അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദിനനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ വിശാന്ത് സി ഗോപി അവറുകളാണ്. വളരെ അനുഗ്രഹീതമായ ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട സാധാരണയിൽ സാധാരണക്കാരനായ ഒരു വ്യക്തിയുടെ ജീവിതം അത്ഭുത സാക്ഷ്യമെന്ന് വേണം പറയുക. അനാഥശാലകളിലാണ് അദ്ദേഹം വളർത്തപ്പെട്ടത്. എന്നാൽ അനാഥശാലയുടെ ഇരുട്ടറകളിൽ നിന്ന് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഹൈടെക് വേദികളിൽ ദൈവം കൈപിടിച്ചുയർത്തിയതായ ഒരുപാട് അനുഭവങ്ങൾ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. തീർച്ചയായിട്ടും ഇത് പ്രേക്ഷകർക്ക് വലിയൊരു അനുഗ്രഹമായിരിക്കും. ലോകത്ത് വിവിധ ഇടങ്ങളിൽ, വിവിധ വേദികളിൽ, പ്രത്യേകിച്ച് 15,000-ലധികം കവലകളിൽ കർത്താവിനെ ഉയർത്തുവാൻ ദൈവം ഉപയോഗിച്ച ആ ദൈവമനുഷ്യൻ്റെ ഒത്തിരി നല്ല അനുഭവങ്ങൾ നമ്മളോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. അത് നമുക്ക് ഇവർക്ക് ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ, സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് ഈ വീഡിയോ കാണുക. അതുപോലെ തന്നെ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ അരോമ ടിവിയിൽ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം പ്രാർത്ഥിപ്പാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ കേൾക്കാവുന്ന വാട്സപ്പ് നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പ്രിയ വിശാന്ത് സി ഗോപി അവരുടെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളും. മഹാദൈവത്തിന് കോടാനുകോടി സ്തോത്രാർപ്പണങ്ങളോടെ ഞാൻ പാസ്റ്റർ വിശാന്ത് സി ഗോപി, സ്വദേശം കോട്ടയം ജില്ലയിൽ കുമരകം എന്ന ദേശം. എനിക്ക് ഭാര്യ, 3 പെൺമക്കൾ. ഭാര്യയുടെ പേര് സിനു വിശാന്ത്, മൂത്ത മോൾ ഹന്ന വിശാന്ത്, രണ്ടാമത്തവൾ ഗിഫ്റ്റി വിശാന്ത്, മൂന്നാമത്തെ മോൾ ഹാബിക വിശാന്ത്. സന്തുഷ്ടമായൊരു കുടുംബജീവിതം നൽകിയ മഹാദൈവത്തിന് കോടാനുകോടി സ്തോത്രം ചെയ്യുന്നു. അനാഥശാലയുടെ ഇരുട്ടുമുറിയിൽ നിന്നും അംഗവൈകല്യങ്ങൾ കീഴടക്കിയ തിക്താനുഭവത്തിൽ നിന്നും തകർക്കപ്പെട്ട കുടുംബത്തിൽ നിന്നും കൈപിടിച്ചുയർത്തിയ മഹാദൈവത്തിന്റെ സ്നേഹം നിങ്ങൾക്ക് മുൻപിൽ എൻ്റെ ഈ അനുഭവ സാക്ഷ്യത്തെ പ്രസ്താവിക്കുന്നതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. അതിനായി എനിക്ക് അവസരമൊരുക്കിയ കർത്താവിൽ പ്രസിദ്ധനായ ദാനിയൽ ജോൺ ഗുജറാത്ത്, അരോമ ടിവി, എന്നെ പരിചയപ്പെടുത്തിയ എൻ്റെ ആത്മസ്നേഹിതൻ അരുൺ കോഴിക്കോട്, എല്ലാവരോടുമുള്ള നന്ദി ഈ ധരണത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയായി. ആകാശമുട്ട കത്തുന്ന പ്രശ്നത്തിന്റെയും പാതാളത്തോളം താണുപോകുന്ന ഈ അനുഭവത്തിന്റെയും നടുവിൽ എന്ത് ചെയ്യണമെന്നറിയാൻ കഴിയാതെ ജീവിതത്തെ നോക്കി തരിച്ച് മരവിച്ച് നിന്ന ഒരു ജീവിത കാലഘട്ടത്തിൽ നിന്നാണ് യേശുക്രിസ്തു എന്ന ഈ മഹാവെളിച്ചം ജീവിതത്തിലേക്ക് കടന്നു വന്നത്. എൻ്റെ അനുഭവങ്ങൾ എന്നെ കേൾക്കുന്നവരായ എൻ്റെ മാന്യ ശ്രോതാക്കൾക്ക് ഒരനുഗ്രഹമാകണം എന്നുള്ള തികഞ്ഞ പ്രാർത്ഥനയോടെ, ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന തികഞ്ഞ പ്രാർത്ഥനയോടെ എൻ്റെ അനുഭവ സാക്ഷ്യത്തിലേക്ക് പ്രവേശിപ്പാൻ ഞാൻ ശരണപ്പെടുകയാണ്. ആലപ്പുഴ ജില്ലയിൽ ചമ്പക്കുളം എന്ന ദേശത്ത് നെടുമുടി എന്ന ചെറിയ ഗ്രാമത്തിൽ
എൺപതിൻചിറ ഗോപിയുടെയും കോട്ടയം ജില്ലയിൽ കുമരകം എന്ന ദേശത്ത് വരമ്പനകം എന്ന ഗ്രാമത്തിൽ ചക്കാലപ്പറമ്പിൽ അന്നമ്മയുടെയും 4 മക്കളിൽ 4-മനായി 1978 മാർച്ച് മാസം 1-ാം തീയതി ഈ മണ്ണിൽ ജനിക്കുവാൻ കർത്താവ് എനിക്ക് കൃപ നൽകി. ജനിക്കുന്ന സമയം വളരെ പ്രശ്ന സങ്കീർണങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും ഒക്കെ സാഹചര്യത്തിൽ ജീവിതത്തെക്കാൾ നല്ലത് മരണമാണെന്ന് പോലും എൻ്റെ മാതാവ് ചിന്തിക്കുന്ന ഒരു സമയത്തായിരുന്നു എൻ്റെ ഈ മണ്ണിലേക്കുള്ള ജനനം. എൻ്റെ മൂത്ത സഹോദരി യമുന, എൻ്റെ 2-മത്തെ ജ്യേഷ്ഠൻ സന്തോഷ്, എൻ്റെ നേരെ മൂത്ത ചേച്ചി കവിത, 4-മത്തെ ആളാണ് ഞാൻ. 4-മത്തെ ആളായി ഞാൻ ജനിക്കപ്പെടുമ്പോൾ ചെവി കേൾക്കുവാൻ കഴിയാത്ത ഒരാളായി, സംസാരിക്കുവാൻ കഴിയാത്ത, സംസാരശേഷിയില്ലാത്ത ഒരു മനുഷ്യനായി ഈ മണ്ണിൽ ജനിച്ച ഒരു അധഭാഗ്യവാനായിരുന്നു ഞാൻ. അങ്ങനെയായിരുന്നു എൻ്റെ ജനനവും ബാല്യകാലത്തിൻ്റെ യാത്രകൾ. ആലപ്പുഴ ജില്ലയിൽ എൺപതിൻചിറ വീട്ടിൽ എൻ്റെ പിതാവിൻ്റെ അപ്പൻ, അമ്മ 4 സെന്റിനകത്ത് കുരിയാലകൾ പണിത് അതിനകത്ത് സേവാമൂർത്തികളെ സ്ഥാപിച്ച് ഒരു വീട്ടിൽ ഒന്നിലധികം ആൾക്കാർ മന്ത്രവാദങ്ങളിലൂടെയും ശകുനവാദങ്ങളിലൂടെയും സേവാമൂർത്തികളുടെ ശക്തികൾ കൊണ്ട് കാര്യങ്ങൾ സാധിക്കുവാൻ കടന്നു വരുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മന്ത്രവാദങ്ങളും കുരുതികളും ഒക്കെ നടത്തി ജീവിച്ചിരുന്ന ഒരു വീടായിരുന്നു. എൻ്റെ വല്യപ്പനെ കുറിച്ച് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. തൻ്റെ മുന്നിൽ കാര്യം സാധിക്കുവാനിരിക്കുന്നവർക്ക് വേണ്ടി തൻ്റെ മുന്നിൽ വെച്ചിരിക്കുന്ന പീഠത്തിലിരിക്കുന്ന ഒരു പാക്കെടുത്ത് കറക്കിയാൽ ആ പാക്കിന്റെ മൂക്ക് എങ്ങോട്ട് തിരിഞ്ഞിരിക്കുമോ ആ ദിശ നോക്കിക്കൊണ്ട് മുന്നിലിരിക്കുന്ന ആളുടെ ഭൂതവും ഭാവിയും വർത്തമാനവും പറയുമായിരുന്നു. എൻ്റെ വല്യമ്മച്ചിയും ഒട്ടും പുറകോട്ടുള്ള ആളല്ലായിരുന്നു. തൻ്റെ മുന്നിലിരിക്കുന്ന ഗ്ലാസ്സിലേക്ക് ഒരു അരിമണി എടുത്തിട്ടിട്ട് ആ അരിമണി വെള്ളത്തിൽ കറങ്ങുന്നത് നോക്കി മുന്നിലിരിക്കുന്ന ആൾക്ക് അവർ വന്ന വിഷയത്തിന്റെ തീർപ്പ് കൽപ്പിച്ചു കൊടുക്കുമായിരുന്നു. വിളിച്ചാൽ വിളി കേൾക്കുന്ന സേവാമൂർത്തി ശക്തികൾ കൊണ്ട്, ആഭിചാര ക്രിയകൾ കൊണ്ട് നിറയപ്പെട്ട ഒരു ഭവനത്തിലായിരുന്നു എൻ്റെ ജനനം. അന്യദൈവത്തെ സേവിച്ചും അന്യദൈവത്തെ ആരാധിച്ചും പോയിരുന്ന ആ കുടുംബ പശ്ചാത്തലത്തിൽ എൻ്റെ മാതാപിതാക്കളുടെ കുടുംബജീവിതം തല്ലിത്തകർന്ന് താറുമാറായി. ആദ്യത്തെ കുഞ്ഞ് ജനിച്ചതിന് ശേഷം എൻ്റെ മാതാവിന്റെ കുടുംബജീവിതത്തിൽ, എൻ്റെ പിതാവിന്റെ ജീവിതത്തിൽ അവരിരുവരും തമ്മിൽ മാനസികമായി വളരെ അന്തരംഗമുണ്ടായി. കുറെ കാലം സ്നേഹിക്കും, പിന്നെ കുറെ കാലം വഴക്ക്, വലിയ മർദ്ദനങ്ങൾ. ഇങ്ങനെ ഞങ്ങൾ 4 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയതിനു ശേഷം സംശയമെന്ന ദുഷ്ടപിശാച് ഞങ്ങളുടെ മാതാപിതാക്കളുടെ കുടുംബജീവിതത്തെ തല്ലിത്തകർത്ത് കളഞ്ഞു. സംശയമായിരുന്നു ജീവിതത്തിന്റെ തകർച്ചയ്ക്ക് കാരണം. സംശയം നിമിത്തം എന്ന് ഉപദ്രവമേൽക്കേണ്ടി വരുന്ന, ഭക്ഷണം കിട്ടാത്ത, കരഞ്ഞു കരഞ്ഞു ഉറങ്ങേണ്ടി വരുന്ന ഒരു വലിയ ഗതികേടിന്റെ നടുവിലായിരുന്നു എൻ്റെ മാതാവ്. അങ്ങനെ ഇരിക്കവേ ആ നാട്ടിലെ കുറെ നല്ലവരായ മനുഷ്യർ ഇവിടെ ഈ കുഞ്ഞുങ്ങളുമായി നീ ജീവിച്ചാൽ
മോളെ, മരണം മാത്രമായിരിക്കും നിനക്കും കുഞ്ഞുങ്ങൾക്കുമുള്ള അവസാനത്തെ മാർഗം. അതുകൊണ്ട് എങ്ങനെങ്കിലും പ്രാണനും കൊണ്ട് കുഞ്ഞ് രക്ഷപ്പെട്ടോളൂ എന്ന് പറഞ്ഞ് അവർ കൊടുത്ത കുറച്ച് നാണയത്തൊട്ടും കയ്യിൽ വെച്ചുകൊണ്ട് പിതാവ് ജോലിക്ക് പോയ ഒരു പകലിൽ ഞങ്ങൾ 4 മക്കളെയും കോരിയെടുത്തുകൊണ്ട് പ്രാണരക്ഷാർത്ഥം അവിടെ നിന്നും എൻ്റെ അമ്മയുടെ നാട്ടിലേക്ക് യാത്രയായി. അവിടെ വന്നു. അവിടെ എൻ്റെ അമ്മയുടെ വീടിനോട് ചേർത്തൊരു ചെറിയ ചാർത്ത് പണിതിട്ട് അമ്മയുടെ അപ്പൻ ഞങ്ങളുടെ മാതാവിനെയും ഞങ്ങൾ 4 മക്കളെയും ആ ചാർത്തിനകത്ത് താമസിക്കുവാനായി. ആ ചാർത്തിനുള്ളിൽ അമ്മയോടൊത്ത് കിടന്നുറങ്ങുമ്പോ ജീവിതത്തിലെ സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് പ്രതീക്ഷിക്കുവാൻ ഒന്നുമില്ലാത്തവരായി, ആശിക്കുവാൻ ഒന്നുമില്ലാത്തവരായി ജീവിതത്തിന്റെ അരപ്പട്ടിണി ഞങ്ങളെ മുൻപോട്ട് തള്ളിക്കൊണ്ടു പോകുന്ന കാലം. ദുഃഖവും പ്രയാസവും നിന്ദയും ദുരിതങ്ങളുമൊക്കെ അടിക്കടിയായി കയറി വരുന്ന കാലഘട്ടം. സഹായിപ്പാനും സ്നേഹിക്കുവാനും കരുതുവാനും ആരുമില്ലാത്തൊരു കാലഘട്ടം. എല്ലാവരാലും ഒറ്റപ്പെട്ടു, എല്ലാവരാലും തള്ളപ്പെട്ടു, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടു. ജീവിതത്തിന്റെ ഗതികെട്ട ഒരു കെട്ടകാലം. അക്കാലത്ത് എനിക്ക് ഏതാണ്ട് 8 വയസ്സ് പ്രായമുള്ള ആ സമയത്ത് എൻ്റെ മാതാവിന് പെട്ടെന്നൊരു രോഗം വന്നു. കരളിന് അസുഖമായി, കരൾ വീക്കം എന്ന അസുഖമുണ്ടായി. കരളിൽ നിന്നും നീര് ഇറങ്ങി അമ്മയുടെ വയറിനകത്ത് വെള്ളം നിറഞ്ഞു. അങ്ങനെ വയറ് വീർത്ത് എൻ്റെ മാതാവ് ഈ ലോകത്തോട് വിട പറയുകയായി. കുമരകം ഗവൺമെന്റ് ആശുപത്രിയിലും കോട്ടയം ജില്ലാ ആശുപത്രിയിലും കോട്ടയം മെഡിക്കൽ കോളേജിലുമായി അന്നത്തെ ഞങ്ങളുടെ നിലവാരം അനുസരിച്ച് അമ്മയെ മാറി മാറി പല ആശുപത്രികളിൽ കൊണ്ടുപോയി. അവിടെയൊന്നും ഞങ്ങളുടെ മാതാവിനെ രക്ഷിപ്പാൻ കഴിഞ്ഞില്ല. അവസാനമായി എൻ്റെ മൂത്ത ചേച്ചിയെ വിളിച്ചിട്ട് ബോധം നഷ്ടപ്പെടും മുൻപ് എൻ്റെ അമ്മ പറഞ്ഞു, മോളെ, നിന്റെ താഴെയുള്ള 3 പേരെ അമ്മയെപ്പോലെ നീ നോക്കിക്കൊള്ളണം. എൻ്റെ ജ്യേഷ്ഠനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, നീ മാത്രമാണ് ആരോഗ്യമുള്ളൊരു ആൺകുഞ്ഞ്. 2 പെങ്ങന്മാരെ നോക്കണം. നിന്റെ താഴെയുള്ള അനുജനെ, അവനെ പട്ടിണി ഇടരുത്, അവനെ നീ നോക്കിക്കോണം എന്ന് പറഞ്ഞ് ജ്യേഷ്ഠനെ ഏൽപ്പിച്ചു. എൻ്റെ 3ാമത്തെ പെങ്ങളോട് പറഞ്ഞു, മോളെ, നിന്റെ താഴെയുള്ള ഇവനെ നീ നോക്കണം, അവനെ നീ അന്വേഷിച്ചു കൊള്ളണം, അവന്റെ കൈത്തുമ്പിൽ നിന്ന് നീ വിടരുത് എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചു. ഞാൻ ഇന്നും ഓർക്കുന്നു, അവസാനമായി എന്നെ ചേർത്ത് പിടിച്ചിട്ട് എൻ്റെ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്നെ വളർത്താൻ എനിക്ക് ഇത്രയ്ക്കേ കഴിഞ്ഞുള്ളൂ, നിന്നെ വളർത്താൻ എനിക്ക് ഇത്രയ്ക്കേ കഴിഞ്ഞുള്ളൂ എന്ന് പറഞ്ഞു. ദൈവത്തോട് അവിടെ കടന്ന് എൻ്റെ മാതാവിന്റെ പ്രാർത്ഥനയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവമേ, എനിക്ക് മറ്റൊരു കരങ്ങളിൽ ഈ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കാനില്ല, മറ്റൊരു കരത്തിൽ ഈ കുഞ്ഞുങ്ങളെ തരാൻ എനിക്കില്ല. കർത്താവിന്റെ കരങ്ങളിൽ ഞങ്ങൾ 4 പേരെ സമർപ്പിച്ചു. അന്ന് രാത്രിയിൽ എൻ്റെ മാതാവിന് ബോധം നഷ്ടപ്പെട്ടു. പിന്നീട് രോഗം മൂർച്ഛിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ, ഇനി ഒരു ചികിത്സ ചെയ്യാനില്ല എന്ന് പറഞ്ഞ് എൻ്റെ മാതാവിനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ഉപേക്ഷിച്ചു. വീട്ടിൽ കൊണ്ടുവന്ന് അവിടെ ഒരു കയറുകട്ടിലിൽ കടത്തി 2 ദിവസവും കൂടെ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ താൻ പ്രിയം വെച്ച കർത്തൃസന്നിധിയിൽ താൻ തീരുമാനമെടുത്ത യേശുനാഥന്റെ പാദപീഠത്തിങ്കിലേക്ക് മാതാവ് യാത്രയായി.
മാതാവിന്റെ മരണശേഷം ഞങ്ങൾ 4 മക്കൾ തികച്ചും അനാഥരായി. പിതാവില്ല, മാതാവ് ലോകത്തോട് വിട പറഞ്ഞു, അപ്പനില്ല, അമ്മയില്ലാത്ത ഞങ്ങളുടെ ജീവിതം. വലിയ പ്രായമൊന്നും ഞങ്ങൾക്ക് 4 പേർക്കുമില്ല. എൻ്റെ അമ്മാവന്മാരും വല്യപ്പനും കൂടെ ചേർന്ന് ഒരു 4 സെന്റ് സ്ഥലം വാങ്ങി അതിനകത്ത് ഓല കൊണ്ട് കുത്തിമറച്ച് ഒരു ചെറിയ വീടുണ്ടാക്കി. ഞങ്ങൾ 4 മക്കൾ അതിനകത്ത്. രാത്രി മുഴുവൻ വിളക്ക് കത്തിച്ചു വെച്ച് ഞാനും ജ്യേഷ്ഠനും ഉറങ്ങാതിരിക്കും. സഹോദരിമാർ ഉറങ്ങുമ്പോൾ ചിലപ്പോൾ ഞാൻ ഉറങ്ങാതിരിക്കും, അപ്പൊ ജ്യേഷ്ഠൻ ഉറങ്ങും. ജ്യേഷ്ഠൻ ഉറങ്ങാതിരിക്കും, അപ്പൊ ഞാൻ ഉറങ്ങും. ഒരു രാത്രി എങ്ങനെങ്കിലും വേഗത്തിൽ ഓടിപ്പോകണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ഞങ്ങൾ കിടന്നുറങ്ങും. ജീവിതത്തിൽ ഇല്ലായ്മകളുടെ കാലങ്ങൾ ഏറെയായിരുന്നു, ഏറെ. അങ്ങനെ ജീവിതം മുൻപോട്ട് പോകുമ്പോ മൂത്ത പെങ്ങൾ ഒരു വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നു. അതിനുശേഷം ജ്യേഷ്ഠൻ ഒരു ജോലിക്കായി കടന്നുപോയി. പെങ്ങൾ എൻ്റെ വല്യമ്മച്ചിയുടെ കൂടെ നിൽക്കുന്നു. വലിയ സംസാരശേഷിയൊന്നുമില്ലാത്ത, കാര്യങ്ങൾ പറഞ്ഞൊപ്പിക്കുവാൻ പറ്റാത്ത എന്നെ ഏലപ്പാറയിൽ റവറൻഡ് എ ചാക്കോയുടെ അടുക്കലാക്കി. അവിടെ ഒത്തിരി അനാഥ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അവിടെ അനാഥരും നിർധനരുമായ കുഞ്ഞുങ്ങളോടൊപ്പം കപ്ലങ്ങ തോരനും പച്ചരിക്കഞ്ഞിയും കുടിച്ച് കീറിയ പുതപ്പിനുള്ളിൽ അന്തി ഉറങ്ങിയ ധാരാളം ദിനരാത്രികൾ. ഏറെ നാളായി സഹോദരങ്ങളെ കണ്ടിട്ട്. ഈ അനാഥശാലയിൽ ഇവിടെ എത്തി ജീവിതത്തിന്റെ മേഖലകളിൽ എല്ലാം നഷ്ടപ്പെട്ടവന് പ്രതീക്ഷിക്കുവാൻ ഒന്നുമില്ലാതിരിക്കുമ്പോ അംഗവൈകല്യം ഉള്ളതുകൊണ്ട് അന്ന് ആരും കൂടെ കൂട്ടിയിരുന്നില്ല. അനാഥശാലയിലെ കൂട്ടുകാരാണെങ്കിലും സ്കൂളിൽ ചെല്ലുമ്പോൾ സ്കൂളിലെ കൂട്ടുകാരാണെങ്കിലും എല്ലായിടവും മാറ്റി നിർത്തിയ ജീവിത സാഹചര്യം. ആ ജീവിത സാഹചര്യത്തിൽ എല്ലാ മേഖലയിൽ നിന്നും മാറ്റി നിർത്തപ്പെടുമ്പോ നെഞ്ചകം നീറിയിരുന്നു, ഹൃദയം വളരെ തകർന്നിരുന്നു. അതായിരുന്നു ജീവിതത്തിലെ ഏറ്റവും പ്രയാസകരമായ കാര്യം. ചെവി കേൾക്കുവാൻ കഴിയാത്ത, സംസാരശേഷിയില്ലാത്ത ഒരു കൂട്ടുകാരനെ കൂടെ കൂട്ടാൻ അവർ ആഗ്രഹിച്ചിരുന്നില്ല. എവിടെയും ഒറ്റപ്പെട്ടിരുന്നു, എവിടെയും മാറ്റി നിർത്തപ്പെട്ടിരുന്നു. സ്കൂളിൽ ചെന്നാൽ മറ്റു കുട്ടികൾ കളിക്കുമ്പോൾ സ്കൂളിന്റെ വരാന്തയിലെ തൂണിൽ ചാരിയിരുന്ന് അവർ കളിക്കുന്നതും ഓടിക്കളിക്കുന്നതും കണ്ട് ഞാനിരിക്കും. സ്കൂളിൽ നിന്നും അനാഥശാലയിലെത്തിയാൽ അവിടെയും കുഞ്ഞുങ്ങൾ അവരുടെ ലോകത്ത് വിഹരിക്കുന്നത് കണ്ട് എൻ്റെ ബെഡിൽ ഞാൻ തനിച്ചിരിക്കും. ജീവിതത്തിൽ ആരുമില്ലാത്ത കാലഘട്ടം. സഹോദരങ്ങളെ കണ്ടിട്ട് ഏറെ ദിവസങ്ങളായി. കൂടപ്പറപ്പുകളുടെ ശബ്ദം കേട്ടിട്ട് ഏറെ നാളുകളായി. അവിടെ നിന്നൊക്കെ ജീവിതത്തിൽ ഇനി എന്ത് ചെയ്യും, ഇനി എന്താകും എന്നൊന്നും അറിയില്ല, എവിടെ ചെല്ലും ഒന്നും അറിയില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞങ്ങളുടെ അനാഥശാലയിൽ റവറൻഡ് എ ചാക്കോ സാറിന്റെ നേതൃത്വത്തിൽ ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്. ജീവിതത്തിന്റെ വഴിത്തിരിവ് അവിടെ നിന്നാണ് എനിക്ക് തുടങ്ങുന്നത്. ആ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ അനാഥശാലയിലുള്ള മിക്ക കുഞ്ഞുങ്ങളും അഭിഷേകം പ്രാപിച്ചു ദൈവത്തിന് മഹത്വം കരയും. അവർ ദൈവത്തെ ആരാധിച്ചു തുടങ്ങി. അന്യഭാഷകളിൽ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. അവിടെയും അഭിഷേകം നിഷേധിക്കപ്പെട്ടവനായി, അഭിഷേകവുമില്ല, അന്യഭാഷയുമില്ല, ഞാൻ മാത്രം അവിടെ മാറി നിൽക്കും. ഒത്തിരി നൊമ്പരവും ഒത്തിരി വേദനയുമായി ഓരോ ദിവസവും ഓരോ സെക്ഷനും കഴിഞ്ഞ് ഞാൻ മടങ്ങി വരും. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ,
ജീവിതത്തിന്റെ തകർച്ചകളെ വിജയമാക്കി തീർക്കാൻ ദൈവത്തിന് ഹൃദയം നുറങ്ങുന്നവന്റെ നൊമ്പരം മാത്രം മതി. ലാസ്റ്റ് ദിവസത്തെ അവസാനത്തെ സെക്ഷൻ തുടങ്ങുന്നു. ആ സമയത്ത് ഞാൻ അവിടെ ചെന്ന് നിൽക്കുന്നു. ദൈവത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ജനിപ്പച്ച അപ്പന് വേണ്ട, അമ്മ ലോകത്ത് നിന്ന് കടന്നുപോയി, സഹോദരങ്ങളെ കണ്ടിട്ട് നാളുകളായി. സ്കൂളിൽ ചെന്നാൽ ആർക്കും എന്നോട് കൂട്ടുകൂടാൻ താല്പര്യമില്ല. അവിടെ ഞാൻ ഒറ്റപ്പെട്ടവൻ. അനാഥശാലയുടെ ഇരുട്ടുമുറിയിലും ഞാൻ ഒറ്റപ്പെട്ടവൻ. ദൈവസന്നിധിയിൽ വന്നപ്പോ എല്ലാവരും ശബ്ദമുയർത്തി കരമടിച്ച് അന്യഭാഷകളിൽ ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. ഇവിടെയും ഞാൻ ഒറ്റപ്പെട്ടവൻ. ജീവിതത്തിൽ ഇനി എന്താണ് അറിയില്ല. ഹൃദയം പൊട്ടി കരയുക മാത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു അഗ്നിനാളത്തിനകത്ത് ഞാൻ ആകുന്നത് പോലെ എനിക്ക് തോന്നി. എന്തൊക്കെയോ എനിക്ക് ചെയ്യുവാൻ ആഗ്രഹമില്ലാത്തത് എന്തൊക്കെയോ ഞാൻ ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ വളരെ സ്പീഡിൽ കൈയടിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ ചാടുകയാണോ തുള്ളുകയാണോ എനിക്കറിയില്ല. കണ്ണ് തുറക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ തുറക്കാൻ പറ്റുന്നില്ല. എനിക്കെന്തോ വലിയ ശബ്ദം എനിക്ക് കേൾക്കാം. നേരത്തെയൊക്കെ നന്നായിട്ട് ഞാൻ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മറ്റൊരാൾ പറയുന്നത് കേൾക്കുവാൻ കഴിയുന്ന ഞാൻ, മനസ്സിലാക്കാൻ കഴിയുന്ന ഞാൻ, അന്ന് എനിക്ക് എന്റെ ചെവി തുറന്നു. സകല ആരവാരവങ്ങളും ശബ്ദവും ഞാൻ കേട്ടു. ഞാൻ എന്തൊക്കെയോ നാവിൽ നിന്ന് ഉച്ചരിക്കുവാൻ തുടങ്ങി. ഞാൻ സംസാരിക്കുവാൻ തുടങ്ങി. ആശ്ചര്യമായി, എനിക്ക് നിർത്താൻ കഴിയുന്നില്ല. എന്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷം, ആനന്ദം, എന്തൊക്കെയോ വലിയ മാറ്റങ്ങളിൽ എന്നെ സംഭവിക്കുന്നത് പോലെ, എന്റെ ത്വക്കൊക്കെ അങ്ങ് ഉരിഞ്ഞു മാറുന്നത് പോലെ, എന്നിലൊരു പുതിയ എന്തൊക്കെയോ സംഭവിക്കുന്നത് പോലെ എനിക്ക് ആരാധനയുടെ നടുവിൽ അനുഭവപ്പെട്ടു. പ്രാർത്ഥനാനന്തരം ആർക്കെങ്കിലും എന്തെങ്കിലും പറയുവാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചാടിക്കേറി പറഞ്ഞൊരു കാര്യമുണ്ട്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത് ഞാൻ ശബ്ദമുയർത്തിയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, എനിക്ക് സംസാരിപ്പാൻ കഴിയില്ലായിരുന്നു. ദൈവം എനിക്ക് സംസാരശേഷി മടക്കി തന്നു. അത് കേട്ടതും പിന്നെയും ഒരു ആരാധന അവിടെ പുറപ്പെട്ടു. അത് നീണ്ടുപോയി മണിക്കൂറുകൾ ആരാധന. അതിനുശേഷം പിന്നെയും ഞാൻ ഉദ്ധരിച്ചു, എനിക്ക് ചെവി കേൾക്കില്ലായിരുന്നു, എന്നാൽ ഇപ്പോഴെനിക്ക് നന്നായി ചെവി കേൾക്കുവാൻ കഴിയുന്നുണ്ട്. നേരത്തെ ഒരാൾ പറയുന്നത് കേൾക്കണമെങ്കിൽ ഞാൻ അതുപോലെ ശ്രദ്ധിച്ച് കേൾക്കണമായിരുന്നു, ചെവി കൂർപ്പിക്കണമായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് അതിന്റെ ആവശ്യമില്ല. നന്നായി എനിക്കെല്ലാം കേൾക്കാൻ കഴിയുന്നുണ്ട്. എന്റെ ചെവിയെ കർത്താവ് തുറന്നു തന്നു. എന്റെ നാവിനെ ദൈവം കെട്ടഴിച്ച് തുറന്നു തന്നു. എനിക്ക് ശബ്ദം കർത്താവ് മടക്കി തന്നു. നാവിന്റെ കൊഞ്ഞകളെ ദൈവം മാറ്റി തന്നു. കർത്താവ് സൗഖ്യത്തിന്റെ പാതയിലേക്ക് എന്നെ കൊണ്ടുവന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കുടുംബജീവിതത്തിൽ സംശയം നിമിത്തം തകർന്നടിഞ്ഞ് താറുമാറായി, ജീവിതം പോലും മതിയെന്ന് മനസ്സിലാക്കി, ഇനി മരണമല്ലാതെ ഇനി എനിക്കൊന്നും വേണ്ട, ഈ ജീവിതം എനിക്ക് വേണ്ടെന്ന് കരുതി ആരെങ്കിലുമൊക്കെ എന്നെ കേൾക്കുന്നെങ്കിൽ, കുടുംബജീവിതം തകർന്നവരായി, സംശയത്തിന്റെ നൂലാമാലകളിൽ ബന്ധിക്കപ്പെട്ടവരായി ആരെങ്കിലുമൊക്കെ എന്നെ കേൾക്കുന്നെങ്കിൽ, എന്റെ പ്രിയ സഹോദരങ്ങളോട് ഞാൻ പറയുന്നു, ഒരു വലിയ പരിഹാരമുണ്ട്. അത് നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിലാണ്. തകർന്നടിഞ്ഞ എന്റെ മാതാപിതാക്കളുടെ കുടുംബജീവിതത്തിൽ തകർന്നുപോയ ഞങ്ങളുടെ ജീവിതത്തിന്റെ നിലവാരം അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിപ്പാൻ കഴിഞ്ഞൊരു ദൈവമുണ്ട്. ആ ദൈവത്തിന് വിടിവിപ്പാൻ കരുത്തുള്ളൊരു ദൈവമാണ്. സംശയത്തിന്റെ പേരിൽ തമ്മിത്തല്ലി തലകേറി താറുമാറാകുമ്പോൾ അനാഥമായി പോകുന്ന കുഞ്ഞുങ്ങൾ, സ്വസ്ഥത നഷ്ടപ്പെട്ടു പോകുന്ന കുഞ്ഞുങ്ങൾ, അനാഥശാലയുടെ ഇരുട്ടുമുറിയിൽ തള്ളപ്പെടേണ്ടി വരുന്ന ഗതികേടുകൾ, അവർ തരുന്ന റേഷൻ പോലുള്ള ആഹാരം മാത്രം കഴിച്ച് കീറിയ പുതപ്പിനുള്ളിൽ അന്തി ഉറങ്ങേണ്ടി വരുന്ന ഗതികേടുകൾ നിങ്ങൾ മറന്നു പോകരുത്. ജീവിതം ദൈവം തരുന്നതാണ്. കുടുംബജീവിതം ദൈവം തരുന്നതാണ്. കുടുംബജീവിതം
ദൈവം തരുന്ന നന്മയാണ്. അത് ആസ്വദിക്കുവാനുള്ളതാണ്, അത് ആനന്ദിക്കുവാനുള്ളതാണ്. നല്ല ജീവിതം തന്ന ദൈവത്തിന് നന്ദി പറയാനുള്ളതാണ്. അത് തല്ലി തകർത്ത് താറുമാറാക്കരുതേ. അങ്ങനെ കുടുംബജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിൽ അകപ്പെട്ട് ഡൈവോഴ്സിന്റെ വക്കിൽ തമ്മിൽ പിരിയുവാൻ എങ്ങനെയെങ്കിലും ഒരു അവസരം കിട്ടിയാൽ തമ്മിൽ പിരിയണമെന്ന് ആഗ്രഹിച്ച് ആരെങ്കിലുമൊക്കെ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, ദൈവമാണ് കൂട്ടിച്ചേർത്തത്. ഭാര്യ ഉപേക്ഷിക്കരുത്, ഭർത്താവിനെ ഉപേക്ഷിക്കരുത്, കുഞ്ഞുങ്ങളെ അനാഥമാക്കരുത്. പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ കർത്താവായ യേശു ക്രിസ്തുവിന് കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രവൃത്തികൾ ചെയ്യാൻ യേശു ക്രിസ്തുവിന് കഴിയും. അംഗവൈകല്യം കൊണ്ട് നിങ്ങളുടെ തലമുറകൾ, നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഭാരപ്പെടുന്നെങ്കിൽ അംഗവൈകല്യത്തെ ഓർത്ത് നിങ്ങൾ ആരും ഭാരപ്പെടണ്ട. വെടിവെപ്പാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. സൗഖ്യമാക്കുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. ശബ്ദമില്ലായിരുന്ന, സംസാരശേഷിയില്ലായിരുന്ന എന്റെ അധരത്തെ തുറക്കാൻ കർത്താവിന് കഴിഞ്ഞെങ്കിൽ അംഗവൈകല്യങ്ങളെ മാറ്റി അനുഗ്രഹിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ചെവി തുറക്കാൻ കഴിയുന്നില്ലെങ്കിൽ, കേൾക്കാൻ കഴിയുന്നില്ലെങ്കിൽ കണ്ണ് നനയരുത്. ചെവി തുറക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ആർക്കാണ് കേൾക്കാൻ കഴിയാത്തത്? സ്നേഹത്തോടെ, വിശ്വാസത്തോടെ അവരെ ഒന്ന് ചേർത്ത് പിടിച്ച് ആ ചെവിയിൽ കരം വെച്ചൊന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങളുടെ വിശ്വാസത്തെ മാനിച്ചുകൊണ്ട് ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ കഴിയും. അംഗവൈകല്യം ദൈവത്തിനൊരു പ്രശ്നമല്ല. ദൈവത്തെ സ്നേഹിക്കാൻ ഒരു ഹൃദയമുണ്ടെങ്കിൽ, ദൈവത്തിന്റെ മുൻപാകെ കരയുവാൻ ഒരു കണ്ണുണ്ടെങ്കിൽ, ഇടനെഞ്ച് തകരുന്ന ഒരു ഹൃദയമുണ്ടെങ്കിൽ ദൈവം സൗഖ്യമാക്കാതിരിക്കുകയില്ല. മറ്റൊരുവന്റെ വിടുതൽ കണ്ടിട്ട് ഞാൻ പറയുകയല്ല, എന്നെ വിടുവിച്ച ദൈവത്തിന്റെ അത്ഭുതത്തെ ശരീരത്തിൽ അനുഭവിച്ചറിഞ്ഞിട്ട് ഞാൻ പ്രസ്താവിക്കുന്ന എന്റെ ജീവചരിത്രമാണിത്. അത്ഭുതങ്ങളുടെ ദൈവം ഇന്നും ജീവിക്കുന്നു. മാരക രോഗങ്ങൾ നിമിത്തം എന്ത് ചെയ്യണമെന്നറിയാൻ കഴിയാതെ ഭവനത്തിന്റെ റൂമിനകത്ത് കതകടച്ച് ഒരു കട്ടിലിൽ സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് നിങ്ങൾ കഴിയുകയാണോ? സ്നേഹിതരെ, സഹോദര, സഹോദരി, കുഞ്ഞെ, നീ ഭാരപ്പെടരുത്. നിന്റെ രോഗശൈലിയിൽ ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. അപ്പന് നിന്നെ സൗഖ്യമാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല, അമ്മയ്ക്ക് നിന്നെ സൗഖ്യമാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല, സഹോദരങ്ങൾക്ക് നിന്നെ സൗഖ്യമാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല, നിന്റെ പ്രിയപ്പെട്ടവർക്ക് നിന്നെ സൗഖ്യമാക്കാൻ കഴിഞ്ഞെന്ന് വരികയില്ല. പക്ഷേ നിനക്ക് വേണ്ടി ചിലപ്പോൾ അവർ കാശ് മടക്കിയേക്കാം. ഏറ്റവും വലിയ ആശുപത്രിയിൽ നിന്നെ കൊണ്ടുപോയെന്ന് വന്നേക്കാം. ലോകവൈദ്യന്മാർ അവർ പരാജയപ്പെട്ട് പിന്മാറിയെന്ന് വന്നേക്കാം. പക്ഷെ നിന്റെ രോഗശൈലിയിൽ നിന്നോട് ചേർന്നിരിക്കാൻ കരുത്തുള്ള, എല്ലാ രോഗങ്ങളെയും സൗഖ്യമാക്കുവാൻ പ്രാപ്തിയുള്ള, നിന്നെ സ്നേഹിക്കുന്ന ഒരു ഉടയവൻ നിനക്ക് വേണ്ടി കാൽവറിയുടെ കുലക്കളത്തിൽ തകർക്കപ്പെട്ടിട്ടുണ്ട്. ആ കർത്താവിന് നിന്നെ സൗഖ്യമാക്കാൻ കഴിയും. സ്നേഹിതരെ, ഇത് എന്റെ അനുഭവമാണ്. അംഗവൈകല്യങ്ങളെ, ജന്മനാൽ സംഭവിച്ചു പോയതിനെ സൗഖ്യമാക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ദൈവത്തിന് നിങ്ങളെ സൗഖ്യമാക്കാൻ കഴിയാതിരിക്കുമോ? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാതിരിക്കുമോ? അതുകൊണ്ട് രോഗിയാണെന്നോർത്ത്, അംഗവൈകല്യമുള്ളവനാണെന്നോർത്ത്, ജീവിതത്തിൽ അംഗവൈകല്യമുള്ളവളാണെന്നോർത്ത് ഭാരപ്പെടരുത്. ചിലപ്പോൾ ലോകം മാറ്റി നിർത്തിയേക്കാം, ലോകക്കാർ മാറ്റി നിർത്തിയേക്കാം, ചിലപ്പോൾ കൂടെ പിറന്നവരും നമ്മെ മാറ്റി നിർത്തിയേക്കാം. പക്ഷെ ഒരിക്കലും മാറ്റി നിർത്താത്ത ഒരു ദൈവമുണ്ട്. ദൈവത്തിന്റെ സൃഷ്ടി ഒന്നവന്റെ കരത്തിൽ ചീത്തയായാൽ അതിനെ മറ്റൊരു പാത്രമാക്കാൻ കഴിയുന്ന ഒരു നല്ല കുശവനാണ് നമ്മുടെ കർത്താവ്. നിന്നെ വിടുവിച്ച് സൗഖ്യമാക്കി ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വല്ലഭത്വത്തിൽ നിറയ്ക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ആ കർത്താവ് വലിയവനാ, ആ കർത്താവ് ശക്തനാ. എന്റെ ബാല്യകാലത്തിൽ, എന്റെ 12ാമത്തെ വയസ്സിൽ എന്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്നവൻ, എന്റെ ചെവി തുറന്നവൻ, എന്റെ നാവ് തുറന്നവൻ, മറ്റുള്ളവരുടെ മുൻപിൽ എന്നെയും അവരെ പോലെ ഒരുവനായി നിർത്തിയവൻ, ചിലപ്പോൾ അവരെക്കാൾ അപ്പുറം ഒരു പടി ഉയരത്തിൽ എന്നെ നിർത്തിയ മഹാദൈവത്തിന്റെ സ്നേഹം.
അതെത്ര വലുതാണെന്നറിയാമോ? അനുഭവിച്ചാലേ അതറിയൂ. അതനുഭവിച്ചറിയണം ദൈവസ്നേഹത്തിന്റെ വല്ലഭത്വം. അതിന് ദൈവത്തെ സ്നേഹിക്കാനും, ദൈവം മുൻപാകെ മുഴങ്കാൽ മടക്കാനും, ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കാനും, ദൈവമേ നിന്റെ ചുവടുകളിൽ ഞാൻ എൻ്റെ ചുവടുകൾ അർപ്പിക്കുന്നു എന്ന് പറയാൻ ഒരു മനസ്സ് നമുക്കുണ്ടോ? യേശുവേ, നീ എൻ്റെ ദൈവമാണ്, നീ എൻ്റെ കർത്താവാണ്, നീ എൻ്റെ ദൈവവും പിതാവുമായി ഞാൻ നിന്നെ സ്വീകരിക്കുന്നു എന്ന് പറയാൻ കഴിയുന്ന നല്ലൊരു മനസ്സുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, കർത്താവ് നിന്നെ വിടുവിക്കും. അതേത് രോഗശൈലിയിലാണെങ്കിലും എൻ്റെ കർത്താവ് നിന്നെ സൗഖ്യമാക്കും. പ്രൈസ് ദി ലോർഡ്. ബാല്യകാലത്തിൽ 12-ാമത്തെ വയസ്സിൽ രോഗസൗഖ്യമുള്ളവനായി കർത്താവിന് വേണ്ടി നിന്നു. അതിനുശേഷം എൻ്റെ ഹൃദയത്തിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു സുവിശേഷകനാകണം, ഒരു ഉപദേശിയാകണം. യേശു വിടുവിച്ചത് എനിക്ക് 10 പേരോട് പറയണം. യേശുവിന്റെ സൗഖ്യം എനിക്ക് മറ്റുള്ളവരോട് പറയണം. സ്കൂളിലെ അധ്യാപകരോട് ഞാൻ പറഞ്ഞു, എൻ്റെ യേശു എന്നെ സൗഖ്യമാക്കി. ജീവിതത്തിൽ ഒരു ഊമൻ എന്ന് ലോകം വിധിയെഴുതിയ എന്നെ എൻ്റെ കർത്താവ് വിടുവിച്ചു. എൻ്റെ അധ്യാപകരോട് ഞാൻ പറഞ്ഞു, സാറേ, സാറിനെ വിടുവിക്കും, യേശു സ്നേഹിക്കുന്നു. ടീച്ചർമാരോട് പറഞ്ഞു, ടീച്ചറെ, യേശു സ്നേഹിക്കുന്നു, യേശു വിടുവിക്കും. പ്രിയപ്പെട്ടവരെ, എൻ്റെ അധ്യാപകരോട് സുവിശേഷം പറഞ്ഞാണ് എന്നിലെ സുവിശേഷകൻ സുവിശേഷ വേല ആരംഭിക്കുന്നത്. ദൈവത്തിന്റെ അഭിഷേകവും സുവിശേഷം പറയുവാനുള്ള ആജ്ഞാശക്തിയും എൻ്റെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് നൽകി. സഹപാഠികളോട് സുവിശേഷം പറയും. സ്കൂളിലേക്ക് പോകും വഴി, വരുന്ന വഴി ഞാൻ സുവിശേഷം പറയും. പക്ഷേ ആ സുവിശേഷം പറയുന്ന ഞാനും എന്നിലെ സുവിശേഷകനും സുവിശേഷത്തോടുള്ള തീരാത്ത എൻ്റെ ആഗ്രഹവും കൊതിയും സമർപ്പണവും എന്നെ ചെറുപ്പത്തിലെ ഒരു സുവിശേഷകന്. പിന്നെ ഏറെക്കാലമൊന്നും സ്കൂൾ വിദ്യാഭ്യാസത്തിലേക്ക് കടന്നു പോകാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. പിന്നെ എങ്ങനെങ്കിലുമൊക്കെ എനിക്ക് ദൈവവചനം പഠിക്കണം, യേശുവിനെ പ്രസംഗിക്കണം, എൻ്റെ അനുഭവം എനിക്ക് ലോകത്തോട് വിളിച്ചു പറയണം. ഇതായിരുന്നു എൻ്റെ ആഗ്രഹം മൊത്തം. ഇനിയുള്ള സൃഷ്ടായുസ് മരിക്കുന്ന കാലം വരെ യേശുക്രിസ്തുവിന് വേണ്ടി നിൽക്കണം. ഇത്രയൊരു നല്ല ദൈവം, അമ്മയേക്കാൾ സ്നേഹിക്കുന്ന, അപ്പനേക്കാൾ കരുതുന്ന, സഹോദരങ്ങളെക്കാൾ മാറോട് ചേർക്കുന്ന, തള്ളപ്പെട്ടെടുത്ത് ചേർത്ത് പിടിക്കാൻ കരുത്തുള്ള, അവഗണിച്ചതിനെ പരിഗണിക്കാൻ കഴിവുള്ള ഈ യേശുവിനെ എനിക്ക് പ്രസംഗിക്കണം. ഈ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ വ്യക്താവായി എനിക്ക് മാറണം. ഞാൻ റവറൻഡ് ചാക്കോ സാറിനോട് പറഞ്ഞു, സാറേ, എനിക്ക് ഉപദേശിയാകണം, എനിക്ക് വചനം പഠിക്കണം, എനിക്ക് ഉപദേശിയാവണം. എന്നോട് പറഞ്ഞു, മോൻ പഠിക്ക്, നിന്നെ ഞാൻ പഠിപ്പിക്കാം, അതിനുശേഷം നമുക്ക് ഹൈസ്കൂളിൽ പഠിക്കാം, നീ കുഞ്ഞല്ലേ. ഞാൻ പറഞ്ഞു, ബാല്യത്തിലെ നുകം ചുമക്കുന്നത് പുരുഷനെന്ന് അന്നെന്ന് അപ്പച്ചൻ തന്നല്ലേ കഴിഞ്ഞ ഞായറാഴ്ച പ്രസംഗിച്ചത്. അതുകൊണ്ട് ബാല്യത്തിലെ ഈ നുകം ഞാൻ ചുമക്കട്ടെ. എന്നെ മാറോട് ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ചു. എനിക്കൊരു ഉമ്മ തന്നിട്ട് എന്നോട് പറഞ്ഞു, നാളെ രാവിലെ നീ ഒരുങ്ങിക്കോ, നിന്നെ ഞാൻ നമ്മുടെ ഹൈസ്കൂളിലാക്കാം. അങ്ങനെ റവറൻഡ് ചാക്കോ സാറിന്റെ ഇന്ത്യ ലൈഫ് ബൈബിൾ കോളേജിൽ ദൈവവചനം പഠിക്കുവാൻ എന്നെയാക്കി. ആ ഇന്ത്യ ലൈഫ് ബൈബിൾ കോളേജിൽ ഫസ്റ്റ് കെ രാജേഷ് എന്നെ അവിടെ കൊണ്ടുചെന്നാക്കി. എന്നെ അവിടെ നിർത്തുമ്പോ നോട്ട് എഴുതാൻ പറഞ്ഞാൽ നന്നായി നോട്ട് എഴുതാൻ എനിക്കറിയില്ലായിരുന്നു. അതാണ് സത്യം. പഠിപ്പിക്കുന്നെല്ലാം ഞാൻ ആർത്തിയോടിരുന്ന് പഠിക്കും, രാപ്പകലുകളിരുന്ന് പഠിക്കും, ചോദിച്ച് കേട്ട് പഠിക്കും. എനിക്ക് ആർത്തിയാണ്, ആഗ്രഹമാണ് ഇത് പഠിക്കാൻ. അറിയാവുന്നതുപോലെ അക്ഷരങ്ങൾ പെറുക്കി പെറുക്കി എടുത്തു വായിക്കും. വേദപുസ്തകം അങ്ങനെ വായിച്ചു തുടങ്ങി. അങ്ങനെ ഇന്ത്യ ലൈഫ് ബൈബിൾ കോളേജിൽ 4 വർഷത്തെ വേദപഠനം, ന്യൂ ഇന്ത്യ ബൈബിൾ കോളേജിൽ 3 വർഷത്തെ
ദൈവവചന പഠനം. അങ്ങനെ ചില സ്കൂളുകളിൽ പിന്നീടും ദൈവവചനം പഠിക്കുവാനുള്ള ഭാഗ്യമുണ്ടായി. നീണ്ട 9 വർഷം ദൈവവചന പഠനത്തിനു വേണ്ടി ഞാൻ മാറ്റിവെച്ചു. ഒളിഞ്ഞും തെളിഞ്ഞുമെല്ലാം ദൈവവചനം പഠിക്കുവാൻ എന്നെ തന്നെ സമർപ്പിച്ചു. ദൈവവചനം പഠിക്കുമ്പോൾ തന്നെ ചെറിയ സഭയുടെ പാസ്റ്ററാക്കി എന്നെ പറഞ്ഞയച്ചു. അങ്ങനെ ഏതാണ്ട് 16 വയസ്സ് പ്രായമുള്ളപ്പോൾ ഒരു സഭയുടെ പാസ്റ്ററായി ഞാൻ സേവനമനുഷ്ഠിക്കാൻ തുടങ്ങി. അറിയാവുന്നതുപോലെ ദൈവം തരുന്ന കൃപയ്ക്കനുസരിച്ച് ദൈവം നൽകിയ ആവേശത്തിൽ ദൈവവചനം പ്രസംഗിക്കുവാൻ തുടങ്ങി. അറിയാവുന്നതുപോലെ ദൈവാത്മാവ് തരുന്നത് പോലെ ഒരാഴ്ച മുഴുവൻ ഇരുന്ന് പഠിക്കും. ആ പഠിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ വെച്ച് ഞാൻ പ്രാർത്ഥിക്കും. എന്നിട്ട് ഞായറാഴ്ച അതെന്റെ വിശ്വാസികൾക്ക് മുൻപിൽ ഞാൻ പ്രസംഗിക്കും. ഇതായിരുന്നു എൻ്റെ ജീവിതം. ഇങ്ങനെ കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ തുടങ്ങി. ബാല്യം മുതൽ എനിക്കിഷ്ടമുള്ള ഒരു നല്ല വേല യേശുക്രിസ്തുവിനെ പരസ്യമായി പ്രസംഗിക്കുക എന്നുള്ളതായിരുന്നു. സൗഖ്യമായ നാളു മുതൽ ഏലപ്പാറയിലെ ടൗണിൽ ബസ് സ്റ്റാൻഡിൽ അവിടെ നിന്നുകൊണ്ട് ഞാൻ പ്രസംഗിക്കും, യേശു എന്നെ സൗഖ്യമാക്കി. 4 വാക്യം ഞാൻ മനഃപ്പാഠം പഠിച്ചു. യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കുന്നു. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഈ 4 വാക്യങ്ങൾ ഉച്ചത്തിൽ പറഞ്ഞിട്ട് എന്റെ അനുഭവ സാക്ഷ്യവും ഞാൻ ചേർത്ത് പറയും. എന്നിട്ട് ഞാൻ പരസ്യയോഗം അവസാനിപ്പിക്കും. കൂട്ടത്തിൽ ആരും ഉണ്ടാകില്ല, മൈക്കില്ല, ഉള്ള ശബ്ദത്തിൽ അങ്ങനെ ഉച്ചത്തിൽ പറയും. ഓരോ കവല തീരുമ്പോഴും ഞാൻ കൊണ്ടുപോകുന്ന പേപ്പറിൽ 1, 2, 3, 4, 5 എഴുതി വെക്കും. 10 കവല പ്രസംഗിച്ചു തീർന്നപ്പോൾ എനിക്ക് സന്തോഷമായി. 4 വാക്യങ്ങൾ ചേർത്ത് വെച്ച് അനുഭവത്തെ ചാലിച്ച് ഞാനൊരു കവലയിൽ പ്രസംഗിച്ചു. അവിടെ നിന്നും അഭിഷേകം പ്രാപിച്ചു സ്കൂളിലേക്കുള്ള യാത്രകളിലെല്ലാമായി ഒരിക്കൽ ഞാൻ ഏലപ്പാറയിൽ നിന്നും കോട്ടയത്തേക്ക് വരുമ്പോൾ മുണ്ടക്കയത്ത് ഒരു പൊക്കം കുറഞ്ഞൊരു മനുഷ്യൻ, 50, 55, 60 വയസ്സ് പ്രായം വരുന്ന ഒരു പിതാവ് നിന്നുകൊണ്ട് യേശുവിനെ പ്രസംഗിക്കുന്നു. ഞാൻ അവിടെ ഇറങ്ങി. കോട്ടയം ടിക്കറ്റ് നിന്ന് ഞാൻ മുണ്ടക്കയത്ത് ഇറങ്ങി. അപ്പച്ചനോട് ചേർന്ന് നിന്നു. അപ്പച്ചൻ മണിക്കൂറുകൾ നിന്ന് ആ കവലയിൽ പ്രസംഗിക്കുന്നു. ഞാൻ അവിടെ നിന്നുകൊണ്ട് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എന്നെയും ഇങ്ങനെ ഒരു വഴിയോര പ്രസംഗകനാക്കണം. 4 വാക്യവും എന്റെ അനുഭവവും ഞാൻ പറയുമ്പോൾ ഒരു 7 മിനിറ്റ് 5 മിനിറ്റിനുള്ളിൽ എന്റെ പ്രസംഗം തീരുക. ഈ അപ്പച്ചനെ പോലെ മണിക്കൂറുകൾ പ്രസംഗിക്കാൻ നീ എനിക്ക് കൃപ തരണം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ആ പ്രസംഗമെല്ലാം കഴിഞ്ഞു. അപ്പച്ചൻ ചോദിച്ചു, എന്താ മോനെ? ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. എന്റെ തലയിൽ കൈവച്ച് അപ്പച്ചന്റെ അന്യഭാഷ, അപ്പച്ചൻ വലിയ വിദ്യാഭ്യാസമുള്ള ആളല്ല, പക്ഷെ ഇംഗ്ലീഷാണ് അപ്പച്ചൻ അന്യഭാഷ പറയുന്നത്. ഇംഗ്ലീഷിൽ അന്യഭാഷ പറഞ്ഞ് എന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ഞാൻ അപ്പച്ചനോട് ചോദിച്ചു, അപ്പച്ചൻ എവിടെ താമസിക്കുന്നേ? എന്നോട്, ഞാൻ പുഞ്ചവയലിലാണ്. പേരെന്നെ 2 സെന്റ് ഉപദേശി എന്നറിയപ്പെടും. ദൈവമേ, അത്രയും വലിയൊരു മനുഷ്യന്റെ കൈ എന്റെ ശിരസിന്മേൽ വീണല്ലോ എന്ന സന്തോഷത്തിൽ അപ്പച്ചനെ പരിചയപ്പെട്ടു. അപ്പച്ചൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നോട് പറഞ്ഞു, നീയും ഒരു വഴിയോര പ്രസംഗകനാകട്ടെ. ഇതാണ് മോനെ സുവിശേഷ വേല. ലജ്ജ കൂടാതെ നാണമില്ലാതെ യേശു ക്രിസ്തുവിനെ 4 കവലകളിൽ പ്രസംഗിക്കണം എന്ന് പറഞ്ഞ് എനിക്ക് വണ്ടിക്കൂലിയും തന്നെ അടുത്ത ബസ്സിൽ കയറ്റിവിട്ടു. എന്റെ മനസ്സ് നിറച്ച് ആ ഒരു സന്തോഷം എൻ്റെ ഉള്ളിലുണ്ടായി. അന്നു മുതൽ
പിന്നെയും നാൽക്കവലയുടെ പ്രതീക്ഷയിൽ ദൈവവചനം പഠിക്കുന്ന സമയങ്ങളിലും ഞാൻ കർത്താവിന് പ്രസംഗിക്കുവാൻ വേണ്ടി ബൈബിൾ സ്കൂളിൽ നിന്നും വൈകുന്നേരം സമയങ്ങൾ ഞാൻ പരസ്യയോഗ യാത്രകൾക്ക് വേണ്ടി പോകും. പോയി പ്രസംഗിക്കും, മടങ്ങി വരും. ഞാൻ പരസ്യയോഗം പ്രസംഗിക്കാൻ പൊക്കോട്ടെ സാറേ എന്ന് ചോദിച്ചാൽ എന്നെ ബൈബിൾ സ്കൂളിൽ നിന്ന് വിടും. എന്റെ ആവേശം എന്റെ അധ്യാപകർക്ക് അറിയാമായിരുന്നു. അങ്ങനെ ഇന്ന് 15,000-ൽ പരം കവലകൾ പിന്നിട്ട ഒരു വഴിയോര പ്രസംഗകനായി സർവശക്തനായ ദൈവം ഈ മണ്ണിൽ ഈ പ്രായത്തിൽ എന്റെ ദൈവം എന്നെ നിർത്തിയിരിക്കുന്നു. ദൈവമാണ് മാനിക്കുന്നത്, ദൈവമാണ് അനുഗ്രഹിക്കുന്നത്, ദൈവമാണ് എല്ലാം നമ്മൾക്ക് നൽകി നമ്മെ ആദരിക്കുന്നത്. ഈ കർത്താവിന് വേണ്ടി നിൽക്കാൻ ഞാൻ സമർപ്പിക്കപ്പെട്ടപ്പോൾ എന്റെ മൂത്ത സഹോദരി ഭർത്താവ് ഞങ്ങളുടെ സഭയിലെ സെക്രട്ടറിയും ഭാര്യയുമായി മാറി. ഇന്ന് കുമരകം ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ചിലെ സെക്രട്ടറിയും ഭാര്യയുമായി എന്റെ ചേട്ടനും ഭാര്യയും ശുശ്രൂഷ ചെയ്യുന്നു. ഇന്ന് കർത്താവിന്റെ വേലയിൽ ജോലിയോടുള്ള ബന്ധത്തിൽ കർത്താവിന്റെ വേലയും ചെയ്ത് സുവിശേഷം പറഞ്ഞ് എന്റെ മൂന്നാമത്തെ പെങ്ങളും ഭർത്താവും അവരുടെ ശുശ്രൂഷയും അവരുടെ ഭൗതിക ജോലിയും ചെയ്ത് അവരും കർത്താവിന് വേണ്ടി നിൽക്കും. ഇന്ന് ഞാൻ എന്റെ യേശു ക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു സുവിശേഷകനാക്കി ദൈവം എന്നെയും മാറ്റി. ഞങ്ങൾ 4 പേരും യേശു ക്രിസ്തുവിന്റെ സാക്ഷികളായി ഓരോരോ മേഖലകളിൽ ദൈവനാമ മഹത്വത്തിനു വേണ്ടി കർത്താവ് ഞങ്ങളെ നിർത്തി. ആ കരഞ്ഞ ദൈവകരങ്ങളിലല്ലാതെ മറ്റൊരു കരത്തിൽ എനിക്ക് സമർപ്പിക്കാൻ ഇല്ലെന്ന് പറഞ്ഞ എന്റെ അമ്മയുടെ കണ്ണുനീര് എന്റെ ദൈവം ഏറ്റെടുത്തു. ഞങ്ങൾ 4 പേരും ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതമായി. 4 പേർക്കും വീടായി, 4 പേർക്കും മക്കളായി. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ഞങ്ങളുടെ ഒപ്പം പ്രാർത്ഥന പായിലുണ്ട്. ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെ അവരും ഞങ്ങളോടൊപ്പം സുവിശേഷത്തിന് വേണ്ടി നിൽക്കും. പ്രിയ ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സ്നേഹം അവർണ്ണനീയമാണ്, അത് അഗോചരമാണ്. ദൈവത്തിന്റെ സ്നേഹം ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിഞ്ഞു. ഞങ്ങൾ 4 പേരും ചേർന്നിരുന്ന് ഞങ്ങളുടെ സഹോദരിമാരുടെ ഭർത്താക്കന്മാരും ഞങ്ങളുടെ ഭാര്യമാരും ഞങ്ങൾ 4 പേരും കൂടെ ചേർന്നിരുന്ന് ഞങ്ങൾ 8 പേരും കൂടെ കൈകോർത്ത് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി, ഞങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷകൾക്ക് വേണ്ടി. കർത്താവെ, ഞങ്ങൾക്കൊന്നുമില്ലാത്ത സാധുക്കളാണ്, പാവങ്ങളാണ്. ഞങ്ങൾ നീയല്ലാതെ നിറയ്ക്കാൻ മറ്റാരും. ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം ഞങ്ങളെ ശ്രേഷ്ഠമായി മാനിച്ചു. ശൂന്യതയിൽ നിന്നും ഞങ്ങളുടെ ദൈവം ഞങ്ങളെ സഹായിച്ചു. ഇന്ന് ഞങ്ങളുടെ ദേശത്ത് പൂർണ്ണമായും സുവിശേഷത്തിന് വേണ്ടി വിടുവിക്കപ്പെട്ടൊരു കുടുംബമായി ഞങ്ങളുടെ കുടുംബത്തെ കർത്താവ് മാറ്റി. സ്തോത്രം. കേൾക്കണ്ടേ? വല്യമ്മ മന്ത്രവാദി, വല്യപ്പൻ മന്ത്രവാദി, അമ്മ മന്ത്രവാദിയായി, അപ്പൻ മന്ത്രവാദിയായി ഒക്കെ ജീവിച്ച് ഭാര്യയെ സംശയിച്ച് തല്ലി നാട്ടിലേക്ക് പറഞ്ഞുവിട്ട് മക്കളെയും ഉപേക്ഷിച്ച് തന്റെ ഇഷ്ടത്തിന് ജീവിച്ചുകൊണ്ടിരുന്ന എന്റെ പിതാവ്. കാലങ്ങളേറെ കഴിഞ്ഞു, ഞങ്ങളെല്ലാം വിശ്വാസത്തിൽ ഉറച്ചു. എന്നെ ദൈവം സുവിശേഷ വേലയിൽ വിളിയോടെ നിർത്തി. എന്റെ പിതാവ് ഒരിക്കൽ ഞങ്ങളുടെ അടുക്കലേക്ക് കടന്നു. ഇനി നിങ്ങളുടെ അടുക്കൽ നിന്നും ഞാൻ തിരിച്ചു പോകുന്നില്ല. അപ്പൻ വേണ്ടിയിരുന്ന സമയത്ത് ഞങ്ങൾക്ക് അപ്പനില്ലായിരുന്നു. ഇന്ന് ഞങ്ങൾ എല്ലാവരും വിവാഹിതരായി, ഞങ്ങൾക്കെല്ലാം മക്കളായി. ആ സമയത്ത് അപ്പൻ വന്നിട്ട് പറഞ്ഞു, ഇനി നിങ്ങളെ ഇട്ടിട്ട് ഞാൻ പോകുന്നു. എന്റെ മക്കളെ എനിക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്റെ ജ്യേഷ്ഠൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, അമ്മ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്. അപ്പൻ എന്ന് തിരിച്ചു വന്നാലും തള്ളിക്കളയരുത്. നിങ്ങളുടെ അപ്പനാണ്. അപ്പനെ സ്നേഹിക്കണം, കരുതണം, അന്വേഷിക്കണം. ഒരിക്കലും കളയരുത്. എതിർത്തൊരു വാക്കും നിങ്ങൾ പറയാം. എന്നോട് പറഞ്ഞ് ജ്യേഷ്ഠൻ പറഞ്ഞു, അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും നമ്മുടെ അപ്പനെ തള്ളിക്കളയരുത്, വേദനിക്കുന്നൊരു വാക്ക് നീ പറയരുത്. ഞാൻ പറഞ്ഞില്ല ഏട്ടാ,
ചേട്ടൻ പറയരുതെന്ന് പറഞ്ഞാൽ ഞാൻ പറയില്ല. അത് അന്നാണേലും ഇന്നാണേലും ഞാൻ പറഞ്ഞു പറയില്ല. എന്റെ പെങ്ങന്മാര് പറഞ്ഞു, മക്കളെ ഒന്നും പറയരുത് അച്ഛനോട്. ഞാൻ പറഞ്ഞില്ല, പറയില്ല. യമുനാമ്മേ ഞാൻ പറയില്ല, കവിതാമ്മേ ഞാൻ പറയില്ല. കാരണം അച്ഛനെ എനിക്ക് ഇഷ്ടമായിരുന്നു. ഞാൻ എന്തെങ്കിലും പറഞ്ഞാലോ എന്നുള്ള ഭയം കൊണ്ടാണ് അവരങ്ങനെയൊക്കെ പറഞ്ഞു. ഞങ്ങളുടെ സ്നേഹത്തിന് മുൻപിൽ ഞങ്ങളുടെ അപ്പൻ തകർന്നു പോയി. ഒരു ദിവസം എന്റെ ഭാര്യയും എന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ ആരാധനയ്ക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോ അച്ഛൻ പറഞ്ഞു, ഞാനും നിങ്ങളുടെ കൂടെ ആരാധനയ്ക്ക് വന്നോട്ടെ. എനിക്ക് വരാൻ പറ്റുമോ? ഞാനും നിങ്ങളുടെ കൂടെ ആരാധനയ്ക്കൊന്ന് വന്നോട്ടെ. എന്റെ മാതാപിതാക്കൾ മന്ത്രവാദികളായിരുന്നു. അതിൻ്റെതായ ദോഷങ്ങളൊക്കെ എന്നിലുണ്ട്. പക്ഷെ ഞാനും നിങ്ങളുടെ കൂടെ വരട്ടെ മക്കളെ. ഞങ്ങളുടെ ഭാര്യമാരുടെ കൂടെ ഞങ്ങളുടെ അപ്പൻ ആരാധനയ്ക്ക് കടന്നുപോയി. ആ ഒരു ദിവസത്തെ ആരാധന കൂടി, പാസ്റ്റർ വചന ശുശ്രൂഷ, അവിടുത്തെ ആരാധന എല്ലാം കണ്ടു. തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഈ യേശുവിനെ എനിക്കും വേണം. ഈ യേശുവിനെ എനിക്കും വേണം. വർഷങ്ങൾ കൂടി ഞാൻ വന്നപ്പോ എതിർത്തൊരു വാക്ക് എന്റെ മക്കൾ പറഞ്ഞില്ല. അത് യേശു നിമിത്തമാണ്. ഞങ്ങൾക്ക് അപ്പൻ വേണ്ടിയിരുന്ന കാലത്ത് ഞങ്ങൾക്ക് അപ്പനില്ലായിരുന്നല്ലോ എന്നൊരു വാക്ക് എന്റെ മക്കൾ പറഞ്ഞില്ല. അത് അവരുടെ ജീവിതത്തിൽ യേശു ഉണ്ടായിരുന്നതുകൊണ്ട്. ഈ യേശുവിനെ എനിക്കും വേണം. എന്റെ അപ്പൻ കർത്താവിന്റെ മുൻപിൽ ഒരു തീരുമാനമെടുത്തു. പിന്നെയുള്ള നാളുകൾ മുഴുവൻ എല്ലാ പ്രാർത്ഥനയ്ക്കും കടന്നുപോകും. വീട്ടിൽ കുഞ്ഞുങ്ങളോടൊപ്പം പ്രാർത്ഥനയ്ക്കിരിക്കും. കർത്താവിനെ ദൈവവും രക്ഷിതാവുമായി സ്വീകരിച്ചു. സ്നാനപ്പെടുവാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന സമയം, ആ സമയത്ത് ഒരു രാത്രിയിൽ പെട്ടെന്നൊരു നെഞ്ചുവേദന ഉണ്ടായി. ഞങ്ങളുടെ വാത്സല്യ പിതാവ് ഈ ലോകത്തോട് വിട പറഞ്ഞു. കർത്താവിന്റെ മുൻപാകെ തീരുമാനമെടുത്ത് സമർപ്പിക്കപ്പെട്ട് രോഗശൈലിയിൽ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് യേശുവല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് പറഞ്ഞ് ഞങ്ങളുടെ മാതാവ് നിത്യതയിലേക്ക് പറഞ്ഞു. ജീവിതത്തിന്റെ അവസാന നാളുകളിൽ അന്യദൈവത്തെ സേവിച്ച ഭവനത്തിന്റെ അകത്തളത്തിൽ നിന്നും, മന്ത്രവാദി കുടുംബത്തിൽ നിന്നും യേശുവിനെ ദൈവവും രക്ഷിതാവുമായി സ്വീകരിച്ച് ഞങ്ങളുടെ വാത്സല്യ പിതാവ് ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇതിൽ പരം ഒരു ഭാഗ്യവും ഇതിൽ പരം ഒരു സന്തോഷവും ഞങ്ങൾക്ക് ഈ ആകാശത്തിന്റെ കീഴിൽ ലഭിക്കാനില്ല. ഞങ്ങൾക്കറിയാം, അപ്പനോടും അമ്മയോടും ഒത്ത് ജീവിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിലും, അപ്പന്റെ സ്നേഹം ഒത്തിരി അനുഭവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും, അമ്മയുടെ സ്നേഹം ഒത്തിരി അനുഭവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും, സ്വർഗത്തിൽ ഞങ്ങൾ ചെല്ലുമ്പോ ഞങ്ങളുടെ യേശു അപ്പച്ചന്റെ അടുത്ത് അവർ രണ്ടുപേരും ഉണ്ടാവും. ഞങ്ങളും ഞങ്ങളുടെ മക്കളുമായി അവിടെ ചെല്ലുമ്പോ യേശു അപ്പച്ചന്റെ സന്നദ്ധയിൽ ഞങ്ങൾക്കൊരു സന്തോഷം ലഭിക്കും. പ്രിയ മക്കളെ, എന്നെ കേൾക്കുന്ന എന്റെ പ്രിയരെ, ദൈവം ആർക്കും കടക്കാരനാവില്ല. ദൈവം ആരെയും തള്ളിക്കളയില്ല. മാതാപിതാക്കൾ നമ്മളെ സ്നേഹിച്ചിട്ടില്ലായിരിക്കാം, നമ്മളെ അന്വേഷിച്ചിട്ടില്ലായിരിക്കാം, ആഹാരം തന്നിട്ടില്ലായിരിക്കാം, വസ്ത്രം തന്നിട്ടില്ലായിരിക്കാം. പക്ഷെ അവരുണ്ടായിരുന്നത് കൊണ്ടാണ് ഇന്ന് നമ്മളുള്ളത്. ഒരിക്കലും അവരെ തള്ളിക്കളയരുത്, അവരെ വേദനിപ്പിക്കരുത്, അവർക്ക് ആഹാരം കൊടുക്കാതിരിക്കരുത്, അവരെ വൃദ്ധസദനങ്ങളിൽ തള്ളരുത്. ഒരിക്കലെങ്കിലും, ഒരു പ്രാവശ്യമെങ്കിലും നിറഞ്ഞ സ്നേഹത്തോടെ നമ്മുടെ കവിൾത്തടങ്ങളിൽ അവർ ചുംബിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഒരിക്കലും അവരെ വേദനിപ്പിക്കുകയോ തള്ളിക്കളയോ ചെയ്യരുത്. ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങളാൽ കഴിവുള്ളതുപോലെ സ്നേഹിക്കാൻ, ഞങ്ങളുടെ കയ്യിലുള്ളതുപോലെ അവരെ അന്വേഷിക്കാൻ, വസ്ത്രമെങ്കിൽ വസ്ത്രം,
ഭക്ഷണമെങ്കിൽ ഭക്ഷണം, സ്നേഹമെങ്കിൽ സ്നേഹം, ഇതെല്ലാം പങ്കുവെക്കാൻ ഞങ്ങൾക്ക് കർത്താവ് കൃപ. അതുകൊണ്ട് തന്നെ ഒരു വാക്ക് സുവിശേഷം പറയാതെ പൈശാചിക കെട്ടുപാടിൽ കടന്നിരുന്ന എന്റെ പിതാവിനെ യേശുക്രിസ്തുവിന് വേണ്ടി നേടാൻ ഞങ്ങൾക്ക് കർത്താവ് കൃപ. ഈ മഹാസന്തോഷം അനുഭവിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവിന് തരാൻ കഴിയാത്ത ഒരു സന്തോഷവും, കർത്താവിന് തരാൻ കഴിയാത്ത ഒരു സമാധാനവും. കർത്താവ് സന്തോഷം നൽകുന്നവനാണ്, സമാധാനം നൽകുന്നവനാണ്. കഴിഞ്ഞുപോയ നാളുകളെക്കാൾ ശ്രേഷ്ഠമായി മാനിപ്പാൻ കഴിയുന്നവനാണ്. ആ ദൈവത്തെ വിശ്വസിക്കണം, ആ കർത്താവിനെ സ്നേഹിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ ശുശ്രൂഷ ജീവിതത്തിൽ ഞങ്ങളുടെ പിതാവിനെ കർത്താവ് മടക്കി. ഒട്ടൊഴിയാത്ത നന്മകൾ പലതും കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ. ഇന്ത്യ മഹാരാജ്യത്തിന്റെ 28 സംസ്ഥാനങ്ങളിലും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും യേശുക്രിസ്തുവിനെ പ്രസംഗിക്കാനുള്ള ഭാഗ്യം കർത്താവ് എനിക്ക് നൽകി. കേരളത്തിന്റെ 14 ജില്ലകളിലും യേശുക്രിസ്തുവിനെ ഘോരഘോരം പ്രസംഗിക്കുവാനുള്ള ഭാഗ്യം കർത്താവിന്. എന്റെ രാജ്യത്ത് എല്ലാ സംസ്ഥാനങ്ങളിലും യേശുക്രിസ്തുവിനെ പ്രസംഗിക്കാനുള്ള ഭാഗ്യം എനിക്ക്. എന്റെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുവാനുള്ള ഭാഗ്യം കർത്താവിന്. തീർന്നില്ല. അനവധി വിദേശ രാജ്യങ്ങളിൽ ഹൈടെക് സഭകളിൽ ശക്തരായ ദൈവജനത്തിന്റെ നടുവിൽ യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുവാനുള്ള ഭാഗ്യം കർത്താവിന്. അനന്തവിയായുസിലൂടെ ആകാശ നൗകയിൽ കയറി വിദേശ രാജ്യത്തിന്റെ മണ്ണുകളിൽ കാലുറപ്പിക്കുവാൻ ഭാഗ്യം കർത്താവിന്. അതൊക്കെ വലിയ നേട്ടങ്ങളുടെ പട്ടികയിൽ ഒന്നും ഞാൻ പെടുത്തുന്നില്ല. ദൈവം നൽകിയ ഒരു ചെറിയ സ്നേഹത്തിന്റെ ഉപകാരം മാത്രമാണ്. ആ രാജ്യവും നീ പോയി കണ്ടിട്ട് വാ മോനെ, അവിടുത്തെ ദൈവജനത്തെയും നീ പോയി കണ്ടിട്ട് വാ എന്ന് പറഞ്ഞ് കർത്താവ് തന്നതാ. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, എന്നെ ഉയർത്തുന്നവനെ ഞാൻ ഉയർത്തും. കർത്താവിനെ മാനിക്കാൻ കഴിഞ്ഞതുകൊണ്ട്, ദൈവത്തെ ഉയർത്താൻ കഴിഞ്ഞതുകൊണ്ട് അനവധി വിദേശ രാജ്യങ്ങളിൽ, ഇന്ത്യ മഹാരാജ്യത്തിന്റെ എല്ലാ സ്റ്റേറ്റുകളിൽ, കേരളത്തിന്റെ 14 ജില്ലകളിൽ യേശുക്രിസ്തു ദൈവമാണെന്ന് പ്രസംഗിക്കാൻ കർത്താവിന് കൃപ നൽകി. അനാഥശാലയുടെ ഇരുട്ട് മുറിയിൽ നിന്നും വിദേശ രാജ്യങ്ങളുടെ വെള്ളി വെളിച്ചങ്ങളിൽ ഹൈടെക് സഭകളിൽ യേശുക്രിസ്തു ദൈവമാണെന്ന് പ്രസംഗിക്കാൻ കൃപ നൽകിയെങ്കിൽ എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. സ്നേഹിതരെ, സുവിശേഷ വേല ലോകത്തിലെ ഏറ്റവും മാന്യമായ വേലയെന്ന് ഞാൻ പറയും. സമാധാനമുള്ള വേല, സന്തോഷമുള്ള വേല, ആസ്വാദികരമായ വേല, അതാണ് സുവിശേഷം. ആദിമ കാലഘട്ടങ്ങളൊക്കെ പട്ടിണിയുടെയും പരിവട്ടത്തിന്റെയും ഇല്ലായ്മകളുടെയും ഒക്കെ കാലങ്ങളാണെങ്കിൽ പോലും സർവശക്തനായ ദൈവം അത്ഭുതം ചെയ്യും. എനിക്ക് സ്വന്തമായി ഒരു 5 സെന്റ് ഭൂമിയോ വീടോ ഒന്നുമില്ലാതെ 24 വർഷം ഞാൻ വാടക വീടുകളിൽ എൻ്റെ ഭാര്യയുമായി ജീവിച്ചു. ഞാൻ ഒരു പരിഭവം പറഞ്ഞില്ല. വാടക കൊടുക്കുവാൻ നിവൃത്തിയില്ലാതെ വരുമ്പോൾ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കും. പ്രഭാതത്തിൽ വാടകയ്ക്കുള്ളത് എവിടുന്നെങ്കിലുമൊക്കെ ദൈവം തരും, അതുകൊണ്ട് കൊടുക്കും. അങ്ങനെ 24 വർഷം ജീവിച്ചു. എന്റെ പരസ്യയോഗ പ്രസംഗം കേട്ട്, എന്റെ ശുശ്രൂഷയെ കുറിച്ച് അറിഞ്ഞിട്ട് റാന്നിയിലുള്ള ഒരു അനുഗ്രഹീതനായ മത്തുക്കുട്ടി എന്ന് പേരുള്ള ഒരു അനുഗ്രഹീതനായ ഒരു കർത്താവിന്റെ ദാസൻ മത്തുക്കുട്ടിച്ചായ, മണർകാട്, കോട്ടയം ജില്ലയിൽ മണർകാട്, വളരെ മനോഹരമായൊരു സ്ഥലം. 1 രൂപ എന്റെ കയ്യിൽ നിന്ന് മുടക്കാതെ ആ കർത്തൃദാസൻ എനിക്ക് വാങ്ങി തന്നു.
അതിനകത്തൊരു കുഞ്ഞു വീട് ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ വെച്ചുകൊണ്ടിരിക്കുന്നു. പാർട്ടി എല്ലാം കഴിഞ്ഞു കിടക്കുന്നു. 1 രൂപ പോലും കടമില്ല. കയ്യിൽ കിട്ടുന്നത് കൊണ്ട് ആ കുഞ്ഞു വീട് പണി തീർത്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് വലിയ വീടില്ല, സ്ഥലമില്ല, പരിഭവങ്ങൾ എനിക്കില്ല. ഈ മണ്ണിൽ എനിക്ക് നേടാൻ ഒന്നുമില്ല. ഈ മണ്ണിൽ നേടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഒന്ന് ഞാൻ നേടിക്കഴിഞ്ഞു. അതെന്റെ യേശു അപ്പച്ചനെയാണ്. ഈ ലോകത്ത് എന്റെ യേശുവിനേക്കാൾ വലുതായി എനിക്കൊന്നും നേടാനില്ല. വീടുമില്ല, സ്ഥലവുമില്ല, കാറുമില്ല, ഒന്നുമില്ല. എല്ലാം എന്റെ യേശുവാണ്. എന്റെ യേശു ഉണ്ടെങ്കിൽ ഇതെല്ലാം ഉണ്ടാവും. എന്റെ യേശു അപ്പച്ചന് ഇഷ്ടമാണെങ്കിൽ ഇതൊക്കെ നമുക്ക് തരും. ഇല്ലെങ്കിലും ഒരു സങ്കടവും ഇല്ല. കർത്താവിനെ തൊണ്ടയിലെ ശ്വാസം നിൽക്കുന്നത് വരെ, ശബ്ദം തീരുന്നത് വരെ യേശുവിനെ പ്രസംഗിക്കണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. എന്നാൽ എനിക്ക് ജേർണി ഓഫ് ഫെയ്ത്ത് എന്ന് പറയപ്പെടുന്ന ഒരു സുവിശേഷ ടീം, കുറെ നല്ലവരായ സുവിശേഷകർ എന്നോടൊപ്പമുണ്ട്. ഞങ്ങൾ ജേർണി ഓഫ് ഫെയ്ത്ത്, എന്റെ ഭാര്യയാണ് ജേർണി ഓഫ് ഫെയ്ത്ത് എന്ന ടീമിന് പേരിട്ടത്. കാരണം എന്നും രാവിലെ ഞാൻ ഹാൻഡ് മൈക്ക് എടുത്തുകൊണ്ട് പ്രസംഗിക്കാൻ പോകും. എന്റെ ഭാര്യ പറയും വീട്ടിലൊന്നുമില്ല. ഞാൻ പറയും യഹോവയെ ദൈവം നടത്തും. അങ്ങനെ എന്നും വിശ്വാസത്തോടുള്ള യാത്ര. നാരങ്ങ വെള്ളം കുടിക്കാൻ കൈ കാശില്ല, ബസ് കൂലിക്ക് കൈ കാശില്ല, ഹാൻഡ് മൈക്കിന് ബാൾട്ടർ മേടിച്ചിടാൻ കാശില്ല. പക്ഷെ എന്നാലും ബാൾട്ടർ നിന്ന് പോയിട്ടില്ല, പ്രസംഗിച്ചുകൊണ്ടേ നടന്നു. അപ്പോ എന്റെ ഭാര്യ പറഞ്ഞതാണ്, ഇത് വിശ്വാസ യാത്രയാണ്, ഇത് ഫെയ്ത്ത് ഓഫ് ജേർണിയാണ്. അങ്ങനെയാണ് എന്റെ ഭാര്യ എന്റെ ടീമിന് പേരിടുന്നത്, ജേർണി ഓഫ് ഫെയ്ത്ത്. ഞങ്ങൾ കുറെ പേരുണ്ട്, ഒരു 10 പേരടങ്ങുന്ന ഒരു ടീം. പാട്ടുകാരുണ്ട്, കീബോർഡിസ്റ്റ് ഉണ്ട്, ഋതംപാട് വായിക്കുന്നവരുണ്ട്, മൈക്ക് സെറ്റ് കൈകാര്യം ചെയ്യുന്നവരുണ്ട്, എല്ലാവരും ഉണ്ട്. കർത്താവ് ഒരു 5000 വാട്സ് സൗണ്ട് നൽകി. അതുമായി നടക്കുവാനും പരസ്യയോഗം നടത്താനും പറ്റിയ നല്ല ഒരു വലിയ വാഹനം ദൈവം നൽകി. കാൽനടയായി സഞ്ചരിച്ചു കൊണ്ടിരുന്ന എനിക്ക് എന്റെ മക്കളുമായി ഭാര്യയുമായി സഞ്ചരിക്കുവാൻ ഒരു ചെറിയ കാറ്. അതൊന്നും ഞാൻ വാങ്ങിയതല്ല. എന്റെ വഴിയോര പ്രസംഗം കേട്ടിട്ട് ഒരാൾ എന്നെ കൂട്ടിക്കൊണ്ടു പോയിട്ട് പറഞ്ഞു, ഞങ്ങളുടെ വീടിന്റെ പുറകിൽ ഒരു കാർ ഞങ്ങൾ മൂടിയിട്ടുണ്ട്, പാസ്റ്റർക്ക് ഈ കാർ തരിക, കൊണ്ടുപോകും. നല്ലൊരു വാഹനം, ഇന്ന് വരെ ഒരു കേടും സംഭവിച്ചിട്ടില്ല, വർഷങ്ങളായി ഉപയോഗിക്കും. അല്പ കേടുകൾ വരും, അത് മാറ്റും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ദൈവം തരുന്നതല്ലാതെ മറ്റൊന്നുമില്ല. കർത്താവ് നൽകി. എന്തെങ്കിലും നൽകിയിട്ടുണ്ടോ? അത് കർത്താവ്. അതിൽ ഞാൻ സംതൃപ്തനാണ്, അതിൽ ഞാൻ സന്തോഷമുള്ളവനാണ്. എനിക്കൊത്തിരി നേടണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല, പ്രാപിക്കണമെന്നൊന്നും എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല. എനിക്ക് ഒന്നേ ഉള്ളൂ, യേശു ക്രിസ്തുവിനെ മരണം വരെ പ്രസംഗിക്കണം, മരണം വരെ യേശു ക്രിസ്തുവിന് വേണ്ടി നിൽക്കണം. നിന്നയുടെയും ദുഃഖത്തിന്റെയും ദുരിതത്തിന്റെയും ഇല്ലായ്മകളുടെയും വല്ലായ്മകളുടെയും സമൃദ്ധിയുടെയും എല്ലാറ്റിന്റെയും നടുവിൽ യേശു ക്രിസ്തുവിന്റെ സാക്ഷിയായി മുൻപോട്ട് പ്രസിദ്ധനാകണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല. എന്റെ ഒത്തിരി വഴിയോര പ്രസംഗങ്ങളൊന്നും യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഒന്നുമില്ല. വലിയ പ്രസിദ്ധിക്ക് വേണ്ടി ഞാൻ ഇതൊന്നും ചെയ്യാൻ. എന്തിന് പ്രശസ്തി? എന്റെ കർത്താവ് എന്റെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ഞാൻ കുറച്ച് പ്രശസ്തനായിട്ട് എന്താണ് കാര്യം? ദൈവമുള്ളവനായി, ഇനിയിപ്പോ ആരും അറിഞ്ഞില്ലെങ്കിൽ പോലും ദൈവം അറിയുന്നവനായി മണ്ണിൽ നിന്ന് പോകണമെന്നാണ് ആഗ്രഹം. ഇതെന്റെ പച്ചയായ ഹൃദയത്തിൽ നിന്നും എന്റെ നിറഞ്ഞ ആത്മാർത്ഥതയിൽ നിന്നും എള്ളോളം പൊള്ളില്ലാതെ പറയുന്ന സത്യം. യേശു ക്രിസ്തുവിന് വേണ്ടി നിൽക്കണം. ഇന്ന് ഞാനും എന്റെ സഹോദരങ്ങളും ചെയ്യുന്ന ഒരു ശുശ്രൂഷയുണ്ട്. ഡൽഹിയിൽ ഷാദിപ്പൂരിൽ ഒരു സഭയിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എന്റെ നാവിൽ പെട്ടെന്ന് കയറി വന്നൊരു വാക്കുണ്ട്, അവഗണിക്കുന്നതിനെ പരിഗണിക്കുന്ന ദൈവം. അവഗണിക്കുന്നതിനെ പരിഗണിക്കുന്ന ദൈവം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ദൈവം എന്റെ ഹൃദയത്തിലേക്ക് നൽകി. ലോകം വേശ്യാവൃത്തി ചെയ്യുന്നവരെ അവഗണിക്കും, എന്നാൽ ദൈവം അവരെ പരിഗണിക്കും. ഷണ്ണന്മാരെ ലോകം അവഗണിക്കും, പക്ഷെ അവരെ ദൈവം പരിഗണിക്കും.
ഭിക്ഷക്കാരെ ലോകം അവഗണിക്കും, പക്ഷെ അവരെ ദൈവം പരിഗണിക്കും. വേശ്യാവൃത്തി ചെയ്ത് ന്യായപ്രമാണത്തിൽ അവളെ കല്ലെറിഞ്ഞു കൊണ്ടുവരുമ്പോൾ ന്യായപ്രമാണത്തിൽ അവൾ പാപിയാണെന്ന് കണ്ട് ആ പാപിനിയായ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊണ്ടുവരുന്ന സമയം യേശു, മകളെ, നിന്റെ പാപം ഞാൻ ക്ഷമിച്ചു തന്നിരിക്കുന്നു, ഇനിമേലാൽ പാപം ചെയ്യരുതെന്ന് പറഞ്ഞു. വേശ്യാവൃത്തി ചെയ്ത ആ സ്ത്രീയെ കർത്താവിന് പരിഗണിക്കാമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് പരിഗണിച്ചുകൂടാ? ആ ചിന്തകൾ എന്നിലേക്ക് കടന്നു വന്നു. ശമരിയുടെ സമൃദ്ധിയിൽ നിന്നും ഗസയുടെ നിർജ്ജന പ്രദേശത്തേക്ക് ഫിലിപ്പോസിനോട് പോകാൻ പറഞ്ഞു. അവിടെ മരുഭൂമിയിൽ എത്യോപ്യയിലെ ഷണ്ണനോട് സുവിശേഷം പറഞ്ഞു. അവനെ സ്നാനപ്പെടുത്തി. എന്നിട്ട് കർത്താവ് അവനെ അസ്തോദിലേക്ക് കൊണ്ടുപോയി. ഒരു ഷണ്ണനെ പരിഗണിക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ പിന്നെ നമ്മൾ എന്തിനവരെ പരിഗണിക്കാതിരിക്കണം? തിമായിയുടെ മകനായ ബർത്തിലുമായി വഴിയരികിൽ ഇരുന്നു കൊണ്ട് ഭിക്ഷയാചിക്കുന്നു. മകനെ, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭിക്ഷക്കാരനെ പരിഗണിക്കാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് അവരെ അവഗണിക്കണം? ഞാൻ എൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു, ഇങ്ങനൊരു വെളിപ്പാട് കർത്താവിന്റെ ഹൃദയത്തിൽ നൽകി. നമുക്ക് ഇവരുടെ ഇടയിൽ പ്രവർത്തിക്കണം. കേരളത്തിലെ 14 ജില്ലകളിൽ, ടൗണുകളിൽ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയും ജീവിതത്തിന്റെ സാഹചര്യത്തിന്റെ പിന്നിലും വഴിതെറ്റിപ്പോയ സഹോദരിമാരുടെ ഇടയിലേക്ക് സുവിശേഷവുമായി ഇറങ്ങിച്ചു. ഇന്ന് 14-ലധികം ആൾക്കാർ അവരുടെ ഇടയിൽ നിന്നും യേശുവിനെ ദൈവവും രക്ഷിതാവുമായി സ്വീകരിച്ച് പാപത്തിന്റെ വഴിവിട്ട് അവർ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വന്നു. അവർ പാപത്തിന്റെ വഴിവിട്ടെങ്കിലും ആ ദേശത്ത് അവർക്ക് ജീവിക്കാൻ കഴിയില്ല. അവർക്ക് വീണ പേര് പാപത്തിന്റെ പേരായതുകൊണ്ട് അവർക്ക് അവിടെ ജീവിക്കാൻ കഴിയും. അവരെ ഞങ്ങൾ സുരക്ഷിതമായ മേഖലകളിലാക്കി. അവർക്ക് ഒരു ഇൻകം കിട്ടുന്ന, എന്നാൽ അവർക്ക് ആത്മീയമായി വളരാൻ കഴിയുന്ന നല്ല സ്ഥാനങ്ങളിൽ അവരെയാണ്. അമ്പലപ്പറമ്പുകളിലും പള്ളിപ്പറമ്പുകളിലും ഒക്കെ ഇരുന്ന് ഭിക്ഷയാചിക്കുന്നവരുണ്ട്. ടൗണുകളിൽ, കടത്തിണ്ണകളിൽ ഭിക്ഷയാചിക്കുന്നവർ അവരുടെ ഇടയിലേക്ക് കടന്നു ചെല്ലും. അവർക്ക് ആഹാരം കൊടുക്കും, വസ്ത്രം കൊടുക്കും, ബൈബിൾ കൊടുക്കും. അവരോട് യേശുവിന്റെ സ്നേഹം പറയും, ഞങ്ങളുടെ അനുഭവങ്ങൾ പറയും. അവരിൽ പലരെയും യേശുക്രിസ്തുവിലേക്ക് കൊണ്ടുവന്ന് അവരെയും ദൈവത്തിന് വേണ്ടി സുരക്ഷിതമായ മേഖലയിലാക്കുവാൻ കർത്താവ് കൃപ നൽകി. ഷണ്ണന്മാരുടെ ഇടയിൽ, ട്രാൻസ്ജെൻഡറായി ജീവിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഞങ്ങൾ കർത്താവിന്റെ വേല ചെയ്തു. അവിടെ നിന്ന് ഒത്തിരി പേരെ ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഒരു 4 പേർ അവരുടെ ഇടയിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് കടന്നു. അവരെയും സുരക്ഷിതമായ മേഖലകളിൽ അവരെയും ആക്കി. ഇന്ന് വേശ്യകളുടെയും ഭിക്ഷക്കാരുടെയും ഷണ്ണന്മാരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ശക്തമായൊരു ടീമായി ഇന്ന് ജേർണി ഓഫ് ഫെയ്ത്തും ഞാനും എൻ്റെ സഹോദരന്മാരും ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു, കുടുംബമായി. അതുകൊണ്ട് വലിയ സന്തോഷത്തോടെ അവരുടെ ഇടയിലെ പ്രവർത്തനങ്ങൾ, ഇത് നിങ്ങളോട് ഞാൻ പറയുന്നത് എൻ്റെ അനുഭവമാണ്. എൻ്റെ ജീവിതത്തിൽ ദൈവം എന്നെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്. കാരണം ഇങ്ങനെയുള്ള പാപങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങിച്ചെല്ലാനൊന്നും ഇന്നത്തെ കാലത്ത് ആരുമില്ല. അവരുടെ ഇടയിൽ എന്തിനു പ്രവർത്തിക്കണം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. കാരണം അവരുടെ ഇടയിൽ പ്രവർത്തിച്ചാൽ കിട്ടുന്നതെല്ലാം അവർക്ക് കൊടുക്കാനുള്ളതേ ഉള്ളൂ. എനിക്കൊരു കുഞ്ഞു സഭയുണ്ട്, ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ച്, റാന്നി നോർത്ത് സെൻട്രൽ ചുങ്കപ്പാറ എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത്. അവിടെയാണ് 10 കുടുംബമേ എൻ്റെ സഭയിലുള്ളൂ. അവർ തരുന്ന സ്തോത്ര കാഴ്ചയും ദശാംശത്തിൽ നേരെ പകുതിയും ഇവരുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ഇവരുടെ ഇടയിലെ പ്രവർത്തനത്തിന് വേണ്ടി ഞാൻ മാറ്റിവെക്കുന്നു. പൊതു ശുശ്രൂഷകളിൽ ഇറങ്ങിച്ചെന്ന് കിട്ടുന്ന നാണയത്തൊട്ടുകൾ ഇവരുടെ ഇടയിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. മറ്റാരും സഹായിച്ചിട്ടല്ല, ഞങ്ങൾക്ക് കിട്ടുന്ന നാണയത്തൊട്ടുകൾ ഞങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഇവരുടെ ഇടയിൽ കർത്താവിന്റെ വേല ചെയ്യുന്നു. മറ്റാരും സഹായിക്കാമെന്ന് പറഞ്ഞ് വന്നിട്ടില്ല, ആരോടും സഹായിക്കാമോ എന്ന് ചോദിച്ച് കൈ നീട്ടിയിട്ടുമില്ല. ദൈവം നൽകുന്നത് കൊണ്ട് ദൈവം പറഞ്ഞ മേഖലകളിൽ കർത്താവിന്റെ വേല ചെയ്യുന്നു. നിങ്ങൾക്കറിയാമോ പ്രിയപ്പെട്ടവരെ, ആ ശുശ്രൂഷ കഴിഞ്ഞു വരുമ്പോ എന്ത് സന്തോഷമാണെന്നറിയാമോ, എന്ത് ആനന്ദമാണെന്നറിയാമോ? വലിയ ജീവിത നിലവാരമുള്ളവരുടെ മേഖലകളിൽ മാത്രം സുവിശേഷം പറയാൻ ദൈവം അഭിഷേകം ചെയ്തവർ അത് ചെയ്യട്ടെ. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ,
എന്തുകൊണ്ട്? പോലീസുകാർ, വക്കീലന്മാർ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ, വിദേശത്ത് ജോലിയുള്ളവർ, ഭയങ്കര സമൂഹത്തിൽ ഉന്നതന്മാർ, അങ്ങനെയുള്ള മേഖലകളിലൊക്കെ എന്തുകൊണ്ട് നീ എന്നെ സുവിശേഷം പറയാൻ വിട്ടില്ല? എന്തേ നീ എന്നെ നാൽക്കവലകളിൽ നിർത്തി? എന്തേ നീ എന്നെ കപ്പക്കാലായിലും റബ്ബർ തോട്ടങ്ങളിലും പ്രസംഗിക്കാൻ നിർത്തി? എന്തേ നീ എന്നെ ഈ വേശ്യകളുടെയും ഈ ഭിക്ഷക്കാരുടെയും ഈ ഷണ്ണന്മാരുടെ ഇടയ്ക്കിലേക്ക് ആരും കടന്നു ചെല്ലാത്തിടത്തേക്ക് എന്തിന് നീ എന്നെ കൊണ്ടുപോയി? എന്റെ കർത്താവ് എന്നോട് പറഞ്ഞു, നിന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റൂ. കാരണം ജീവിതത്തിന്റെ താഴെക്കടയിൽ പട്ടിണി എന്താണെന്നറിഞ്ഞവൻ, സ്നേഹിക്കാൻ ആരുമില്ലാത്തതിന്റെ സ്നേഹമില്ലായ്മ എന്താണെന്നറിഞ്ഞവൻ, അവഗണിക്കപ്പെട്ടതിന്റെ നൊമ്പരം എന്താണെന്നറിഞ്ഞവൻ, നിനക്ക് മാത്രമേ അവഗണിക്കപ്പെട്ട ജനത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയും. അതിനാ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തത്, അതിനാ ഞാൻ നിന്നെ വീണ്ടെടുത്തത്, അതിനാ ഞാൻ നിന്നെ ആക്കിയത്. നീ ഒറ്റയ്ക്കല്ലല്ലോ പോകുന്നത്, നീ ഒറ്റയ്ക്കല്ലല്ലോ പോകുന്നത്. അവരുടെ ഇടയിലേക്ക് ഞാനും നിന്റെ കൂടെ വരാറില്ലേ? Praise the Lord. എന്റെ യേശു അപ്പച്ചനും എന്റെ കൂടെ വരാറുണ്ട് അവരുടെ ഇടയിലേക്ക്. ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ പോകുന്നു. അത് ഞാൻ വളരെ സന്തോഷകരമായ ശുശ്രൂഷ ചെയ്യുന്നു. എനിക്കറിയാം, ഞാൻ വാഹനം ഓടിക്കുമ്പോൾ എന്റെ കൂടെ എന്റെ യേശു അപ്പച്ചനുണ്ട്. അവരുടെ ഇടയിലേക്ക് പോകുമ്പോൾ എന്റെ സഹോദരന്മാരുടെ കൂടെ അവരുണ്ട്. അവരുടെയൊക്കെ സ്നേഹം അനുഭവിക്കാൻ കർത്താവ് കൃപ നൽകി. അവരുടെ ഇടയിൽ ചെന്ന് പ്രാർത്ഥിച്ചിട്ട് പോരുമ്പോ അവർക്കൊരു നന്മ കൊടുത്ത്, ആഹാരം കൊടുത്ത്, വസ്ത്രം കൊടുത്ത്, അവരെ ഒന്ന് കെട്ടിപ്പിടിച്ച് അവരെ അനുഗ്രഹിച്ച് അവിടുന്ന് പോരുമ്പോ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഒരു ആനന്ദം ലോകം മുഴുവൻ നേടിയ ഒരു സന്തോഷമാണ്. ഇന്ന് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷ എന്നാണ്. ഒരു ചെറിയ സഭയുടെ ശുശ്രൂഷ ചെയ്യുന്നു. ഒരു പ്രസ്ഥാനത്തോടുള്ള ബന്ധത്തിൽ നിന്നുകൊണ്ട് ഒരു പ്രസ്ഥാനത്തിന് കീഴ്പ്പെട്ട് മനോഹരമായി കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യണമെന്നും, കാരണം പ്രാർത്ഥിക്കുവാൻ പിന്നിൽ ഒരു 10 പേര് വേണമല്ലോ. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന, സ്നേഹിക്കുന്ന ഒരു കൂട്ടം ജനം അവരുടെ ഇടയിൽ ശുശ്രൂഷിച്ചുകൊണ്ട് ആമേൻ കർത്താവ് നൽകി ശുശ്രൂഷ ചെയ്യുന്നു. 15,000 കവല പിന്നിട്ടുകൊണ്ട് ഒരു വഴിയെ ഒരു പ്രസംഗകനായി മുൻപോട്ട് പോകുന്നു. എന്റെ മൂത്ത മോൾ ഹന്ന എല്ലാ മാസവും എന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവൾ 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കും. അവള് ആന്ധ്രയിൽ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. 1-ാം വർഷം, 2-ാം വർഷത്തിലേക്ക് കയറാൻ പോകും. എന്റെ 2ാമത്തെ മോള് ഈ വർഷം ഈ റോഡിലോട്ട് കുഞ്ഞ് നഴ്സിംഗ് പഠിക്കുവാനായി കടന്നു പോകും. എനിക്ക് എന്റെ 3ാമത്തെ മോള് 2-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ആമേൻ. അവളും പ്രാർത്ഥിക്കും. എന്റെ കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അവർ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എനിക്ക് നല്ല കൈത്താങ്ങലാണ്. നന്നായി പ്രാർത്ഥിക്കും അവരെനിക്ക് വേണ്ടി. പപ്പ പോകുന്ന മേഖലകൾ എന്താണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവർ നന്നായി പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ടവരെ, എന്റെ കുഞ്ഞുങ്ങൾ എന്നോടൊപ്പം പ്രാർത്ഥന പയിലുണ്ട് എന്നുള്ളത് എന്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണ്. എന്റെ ജീവിതത്തിൽ അപ്പനില്ലാത്തവനായി, അമ്മയില്ലാത്തവനായി, ജീവിതത്തിൽ ഒന്നുമില്ലാത്തവനായി, കർത്താവിന്റെ വേല മാത്രമാണ് ആശ്രയമെന്ന് അറിയാവുന്ന എന്റെ അമ്മായിയമ്മ, എന്റെ അമ്മായിപ്പൻ, അമ്മായിമ്മയെന്ന് അമ്മായിപ്പനെന്നൊന്നും പറയാൻ പറ്റില്ല അവരെ, എന്റെ അപ്പനും അമ്മയും തന്നെയാണ് അവര്. അവര് പറഞ്ഞു, നിന്റെ ഇല്ലായ്മയിൽ ഞങ്ങളുണ്ടല്ലോ. അങ്ങനെയാണ് അവരുടെ മോളെ എനിക്ക് വിവാഹം ചെയ്തു തന്നത്. എന്റെ അമ്മായിമ്മ മരിക്കും വരെ എന്റെ അമ്മയായിരുന്നു. എവിടെ പോയാലും ഞാൻ വരുന്നത് വരെ ഉറങ്ങാതിരിക്കും. ഞാൻ വന്ന് ഭക്ഷണം എടുത്ത് തരാതെ ഞാൻ ഉറങ്ങാതെ അമ്മ ഉറങ്ങില്ലായിരുന്നു. മോനെ എന്നല്ലാതെ മരിക്കും വരെ എന്നെ വിളിച്ചിട്ടില്ലായിരുന്നു. എന്റെ കൈത്തണ്ടിൽ കിടന്ന എന്റെ അമ്മ നിത്യതയിലേക്ക് പോയപ്പോ എന്റെ അമ്മായിമ്മ പറഞ്ഞ, കർത്താവേ, മരിക്കുന്നതിന് തൊട്ട് മുൻപ് എന്റെ അമ്മ പറഞ്ഞു, എന്റെ കുഞ്ഞുങ്ങളെ എല്ലാം നിന്റെ കരങ്ങളിൽ തരിക. സ്തോത്രം. സ്നേഹിക്കുന്ന എന്റെ അമ്മയ്ക്ക് എന്നെ ഒത്തിരി സ്നേഹിക്കാൻ പറ്റിയില്ലെങ്കിലും ആ സ്നേഹം എല്ലാം തിരിച്ചു തരാൻ എന്റെ ഭാര്യയുടെ അമ്മയ്ക്ക് കഴിഞ്ഞു, എന്റെ അമ്മായിമ്മയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. എന്റെ അമ്മയും അമ്മച്ചി അതുപോലെ ഞങ്ങളെ സ്നേഹിച്ചാണ് കടന്നുപോയത്. പ്രിയപ്പെട്ടവരെ, സ്നേഹത്തിനും ദൈവം എന്നെ കടക്കാരനാക്കി. ഇന്ന് കർത്താവിന് വേണ്ടി നിൽക്കാൻ
ദൈവം കൃപ നൽകി. പൂർണ്ണ സമയം സുവിശേഷകനായി കർത്തൃ ശുശ്രൂഷയിൽ പോരാടാൻ കർത്താവ് എനിക്ക് കൃപ. പ്രിയമുള്ളവരെ, ജീവിതത്തിന്റെ അനാഥശാലിയുടെ ഇരുട്ടുമുറിയിൽ ഒരു സുവിശേഷത്തിന്റെ വ്യക്താവായി, ഒരനുഗ്രഹിക്കപ്പെട്ട ഒരു സുവിശേഷകനായി, ഒരനുഗ്രഹിക്കപ്പെട്ട ഭർത്താവായി, ഒരനുഗ്രഹിക്കപ്പെട്ട അപ്പനായി, ഒരു നല്ല കൂട്ടുപ്രവർത്തകനായി ദൈവത്തിന് വേണ്ടി നിൽക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളൊരു ചാരിതാർത്ഥ്യം എനിക്കുണ്ട്. ഇനി പകലുള്ളിടത്തോളം വിളിച്ചവന്റെ വേല ചെയ്യണം, കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യണം. ജീവിതം ഇങ്ങനെ പ്രിയം വെച്ച കർത്താവിലേക്ക് പോകും. അത് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ അനുഭവ സാക്ഷ്യം നിങ്ങൾക്കെല്ലാവർക്കും ഒരനുഗ്രഹമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. കാരുണ്യവാനായിരിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനാഥത്വം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെന്നെ കേട്ടു എങ്കിൽ യേശുപ്പച്ച, നീ അവരെ ഈ സമയം സന്ദർശിക്കും. രോഗികളായി ആരെങ്കിലും എന്നെ കേട്ടെങ്കിൽ അപ്പ, നീ അവരെ പൂർണ്ണമായും സൗഖ്യമാക്കണം. അവർ കേൾക്കുന്ന ഈ സമയം അവരിലേക്ക് ദൈവീക സാന്നിധ്യം ഇറങ്ങും. കുടുംബജീവിതം തല്ലിത്തകർന്ന് താറുമാറായി ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ അവർ കേൾക്കുന്ന സമയം അവരിലേക്ക് ദൈവ സാന്നിധ്യം ഇറങ്ങിച്ചില്ല. കർത്താവേ, അംഗവൈകല്യങ്ങളിൽ ബന്ധിക്കപ്പെട്ട് ആരെങ്കിലുമൊക്കെ നെഞ്ചകന്നീറി ഈ സാക്ഷ്യം കേൾക്കുന്നെങ്കിൽ, ഈ സാക്ഷ്യം കേൾക്കുന്ന സമയം അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ വിളിക്കും. സുവിശേഷകരായി, സുവിശേഷ സ്നേഹികളായി ഈ ശബ്ദം, ഈ സാക്ഷ്യം ശ്രദ്ധിക്കുന്നെങ്കിൽ അപ്പ, അവരിലേക്ക് ആഴമേറിയ സുവിശേഷ ദർശനത്തോടെ കർത്താവിന്റെ സ്നേഹത്തിൽ നിൽപ്പാൻ കർത്താവ് കൃപ നൽകും. ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ വല്ലഭത്വം എന്നിവ കൊണ്ട് നിറയ്ക്കണം. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണം. കർത്താവെ, ഈ ആരോമ ടിവിയെ കർത്താവ് അനുഗ്രഹിക്കണം. കർത്താവെ, കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ ഡാനിയൽ ജോൺ അവറുകളെ കർത്താവ് അനുഗ്രഹിക്കണം. ഈ പ്രവർത്തനത്തെ കർത്താവ് മാനിക്കണം. എന്നെ കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം. ഈ അനുഭവ സാക്ഷിക്കായി എന്നെ പരിചയപ്പെടുത്തിയ എൻ്റെ അരുൺ ബ്രദറിനായ സ്തോത്രം കർത്താവ് അനുഗ്രഹിക്കണം. എല്ലാവരെയും ദൈവം നിറച്ചനുഗ്രഹിക്കണം. ദൈവിക സൗഖ്യവും സമാധാനവും സന്തോഷവും കൂടെ ഇരിക്കണം. കർത്താവെ, തകർന്നവർ ദൈവത്താൽ പണിയപ്പെടണം. ദൈവം അത്ഭുതം ചെയ്യണം. ക്രിസ്തുവേ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവർക്കും ക്രിസ്തുവേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. താങ്ക് യു കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ വിശാന്ത് അവറുകൾ. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഹൃദയസ്പർശിയായ ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയും അതോടൊപ്പം ദൈവപ്രത്തിനുള്ളതായ നന്ദി, സ്നേഹവും കടപ്പാടും ഇത്തരണത്തിൽ അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പുറകോട്ട് നോക്കുമ്പോൾ ചില കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ ഉണ്ടെങ്കിലും മുന്നോട്ട് നോക്കുമ്പോൾ പ്രശാന്ത സുന്ദരമായ ആ യാത്ര എത്ര മനോഹരമായിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പുറകോട്ട് നോക്കുവാൻ കർത്താവ് നമ്മളെ ഒരിക്കലും അനുവദിക്കത്തില്ല. ആമേൻ. നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നമ്മുടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി നാം യാത്ര ചെയ്യുമ്പോൾ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരുന്നേയില്ല. പുറകോട്ട് നോക്കുമ്പോൾ അതെല്ലാം നിഴലുകൾ മാത്രമാണ്, അത് മായ മാത്രമാണ്. എന്നാൽ നമുക്കുള്ള പ്രതീക്ഷ, നമ്മുടെ കർത്താവിൻ്റെ ആ പ്രത്യാശ, കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ആ വാഗ്ദത്തങ്ങളാണ്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ആ പിന്നിട്ട ആ ഇരുണ്ട നാളുകൾ, ആ ഇരുണ്ട മുറിയുടെ അനുഭവങ്ങൾ, ആ വൈകല്യങ്ങളുടെ ദിനരാത്രങ്ങൾ അതെല്ലാം മാഞ്ഞുപോയി. അതൊരു സ്വപ്നം പോലെ, അതൊരു ഓർമ്മയായി മാത്രം ശേഷിക്കുമ്പോൾ കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ, കർത്താവ് നടത്തുന്ന ശ്രേഷ്ഠകരമായ ആ വഴികൾ, എത്രയോ ഉന്നതർക്ക്, വിദ്യാസമ്പന്നർക്ക്, ധനവാന്മാർക്ക്, ഉന്നത കുലത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും ഉള്ളവർക്ക് ലഭിക്കാത്ത എത്ര ശ്രേഷ്ഠകരമായ
ഒരു ശുശ്രൂഷയാണ് ദൈവദാസനെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. എത്രയോ പേർ ആ സ്വപ്നം കണ്ടിട്ട് ലഭിക്കാതെ പോയ സ്ഥാനമാനങ്ങളും പദവികളും കർത്താവ് തന്ന് ആദരിച്ചു. ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് ദൈവം തരാൻ പറ്റുന്ന ആമേന് വലിയ വലിയ കാര്യങ്ങളാണ് കർത്താവിൻ്റെ ദാസനെ ദൈവം ആമേന് ഏൽപ്പിച്ചിരിക്കുന്നത്. സ്തോത്രം. ഇതൊരു യൂണിവേഴ്സിറ്റി തരാൻ പറ്റില്ല, ഒരു പ്രസ്ഥാനത്തിന് തരാൻ പറ്റത്തില്ല, ഒരു മാതാപിതാക്കന്മാർക്ക്, ഒരു കുടുംബത്തിന് തരാൻ പറ്റത്തില്ല, നമ്മുടെ സഹോദരങ്ങൾക്ക് തരാൻ പറ്റത്തില്ല. നമ്മുടെ കർത്താവ് തന്നിരിക്കുന്ന സന്തോഷം ആമേൻ, അതെത്ര വർണ്ണിച്ചാലും അതെത്ര വിവരിച്ചാലും മതി വരികയില്ല. ആകയാൽ കർത്താവിൻ്റെ ആ സ്നേഹം ദൈവദാസന്റെ വാക്കിലും ആ ഹൃദയത്തിലും തിങ്ങി നിറയുന്ന ആ ഒരുപാട് അനുഭവങ്ങൾ കേട്ടുകൊണ്ടിരിക്കുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിൻ്റെ പിന്നിൽ ഒരുപാട് വില കൊടുത്തു എന്ന് നന്നായിട്ടറിയാം. വില കൊടുക്കാതെ വിലയേറിയതൊന്നും നമുക്ക് നേടാനും കഴിയുകയില്ലല്ലോ. ആകയാൽ ദൈവദാസന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയതായ ആ വേദനയുടെ അനുഭവങ്ങളൊക്കെ അനേക പ്രിയപ്പെട്ടവരുടെ കണ്ണുനീരൊപ്പുവാൻ, അനേക പ്രിയപ്പെട്ടവരെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തെങ്കിലേക്ക് കൊണ്ടുവരുവാൻ, അനേക പ്രിയപ്പെട്ടവരുടെ കണ്ണും കാതും നാവും തുറക്കുവാൻ ദൈവം ആമേൻ ഉപയോഗിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ സാക്ഷ്യം ആയിരക്കണക്കിന് ജനങ്ങളുടെ ജീവിതത്തിൽ ആശ്വാസവും അനുഗ്രഹത്തിനും കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. തീർച്ചയായിട്ടും അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് ഇതൊരു വേറിട്ട അനുഭവമായിരിക്കുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ദൈവം ആമേൻ നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിളിച്ച് അറിയിക്കണം. അതുപോലെ തന്നെ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ പ്രേക്ഷകർക്ക് വേണ്ടി അരോമ ടിവിയിൽ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം പ്രാർത്ഥിക്കുവാൻ അവസരമുണ്ട്. നിങ്ങൾ കടന്നു വരേണം. ഈ ദൈവദാസനെയും കുടുംബത്തെയും ഓർത്ത് അവരുടെ പ്രവർത്തനങ്ങളെ, അവരുടെ ശുശ്രൂഷ മണ്ഡലങ്ങളെ ദൈവശക്തമായി ഉപയോഗിക്കേണ്ടതിന് നിങ്ങളും പ്രാർത്ഥിക്കുക. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അടുത്ത് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി വീണ്ടും കൂടിക്കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.